ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിൽ മലയാളത്തിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിക് ജികെയിലെ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ജികെയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് അവാർഡ്. ഞാനത് നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഓറിയന്റേഷനകത്ത് അത് NTPC മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ആയിക്കോട്ടെ, ഈ പറയുന്ന ടെക്നിക്കൽ എക്സാംസോ നോൺ ടെക്നിക്കൽ എക്സാംസ് ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊക്കെ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു 2-3 ടോപ്പിക്കുകളുണ്ട്. അല്ലെ, ഒരു ടോപ്പിക്കാണ് എന്ത് ഈ പറയുന്ന അവാർഡ്സ് എന്ന് പറയുന്നത്, മറ്റൊരു ടോപ്പിക്കാണ് എന്ത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്, പിന്നെ ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് ഈ അവാർഡ്സ് എന്ന് പറയുന്നത്. അവാർഡിനകത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ 2 രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ഒന്ന് സ്റ്റാറ്റിക് GK, സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് ചോദ്യം വരാം. 2 കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദ്യം വരാം. അപ്പൊ എങ്ങനെയാണ് 2 രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രയും അവാർഡ്സ് ആണ് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാറ്റിക് GK പോർഷൻ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത്. സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോബൽ പ്രൈസ് എടുക്കുകയാണെങ്കിൽ നോബൽ പ്രൈസ് എന്നാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് തുടങ്ങിയത്, ഏതൊക്കെ മേഖലയിലാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്, ഏറ്റവും ആദ്യം നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകൾ ആരാണ്, അതിൽ ഏറ്റവും നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരിൽ ഏറ്റവും ആദ്യം കിട്ടിയത് ആരാണ്, ഏറ്റവും ആദ്യം കിട്ടിയ വനിത ആരാണ്, തുടങ്ങിയ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിക് GK ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ ഏതെങ്കിലും മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല. നാളെ എക്സാം നടത്തിയാലും അടുത്ത വർഷം എക്സാം നടത്തിയാലും 5 കൊല്ലം കഴിഞ്ഞ് എക്സാം നടത്തിയാലും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ. അല്ലെ, എന്താണ് നോബൽ പ്രൈസ് തുടങ്ങിയെന്ന് വെച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ. ഏറ്റവും ആദ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയ വനിത ആരാന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ. അപ്പോൾ അതാണ് സ്റ്റാറ്റിക് GK പോർഷൻ എന്ന് പറഞ്ഞാൽ. ഇതിന് കറണ്ട് അഫയർ പാർട്സ് ഉണ്ട്. അതെന്താണ്? 2024 ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് താഴെ തന്നിരിക്കുന്നതിൽ ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. 23 ആർക്കാണെന്ന് ചോദിച്ചാലും കറണ്ട് അഫയർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 കൊല്ലങ്ങളിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ കിട്ടിയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. അത് സ്റ്റാറ്റിക് GK പോർഷൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാറ്റിക് GK പോർഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ സ്റ്റാറ്റിക് പാർട്ടാണ്, ഇതിൽ ചേഞ്ച് ചെയ്യാത്ത ഭാഗങ്ങളാണ്. എന്നാൽ കുറെയൊക്കെ കറണ്ട് അഫയർ ടോപ്പിക്സ് കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ടോപ്പിക്സ് കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ വീക്ക്ലി ബേസിസിൽ നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. 10-16ഓളം കമ്പൈലേഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ അത് വീണ്ടും ഇവിടെ ക്ലാസ്സിനകത്ത് കൊണ്ടിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് സ്റ്റാറ്റിക് GK, സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഒരു 10-12 ടോപ്പിക്സ് ഉണ്ട്. ഈ 12 ടോപ്പിക്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റുകളുമാണ് ഇന്നത്തെ ഈ സെഷനകത്ത് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരമാവധി ചുരുക്കിക്കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ചോദ്യം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം ഒരു 70 ചോദ്യങ്ങൾ ചുരുങ്ങിയത് ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 70 ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 100-150 ചോദ്യം ആക്കാനുള്ള ഫാക്റ്റുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഭാഗം, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. ഈ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഈ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. നോട്ട്സ് എഴുതിയെടുക്കാൻ പറ്റുന്നവർ നോട്ട്സ് എഴുതിയെടുക്കുക. ഇതിന്റെ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എഴുതിയെടുത്ത് ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് നോക്കുക. ഓക്കെ, അതിന് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ അവാർഡ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഈ കൊടുത്തിരിക്കുന്ന അവാർഡുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും. ഇത് മാത്രമല്ല, ഞാൻ ഏറ്റവും അവസാനം നമ്മുടെ 12ാമത്തെ ഹെഡായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, അതർ മേജർ അവാർഡ്സ് എന്നാണ്. അതിനകത്ത് ഒട്ടനവധി അവാർഡുകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ 11 ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 11 അവാർഡുകൾ അല്ലാതെയും വരുന്ന അവാർഡുകളുണ്ട്. ചോദിച്ചിട്ടുള്ള അവാർഡ്സ് ഉണ്ട്. പക്ഷെ ചോദ്യം 1-2 ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചോദ്യം, അതും ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം, ഇപ്പോൾ 2016 കണ്ടക്ട് ചെയ്ത NTPC എടുക്കുകയാണ്, 18 കണ്ടക്ട് ചെയ്ത NTPC എടുക്കുകയാണ്, 21 NTPC എടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഷങ്ങളിലൊക്കെ ഗ്രൂപ്പ് ഡിയും ജൂനിയർ എഞ്ചിനീയറിംഗും പരീക്ഷ എടുത്താൽ നമുക്ക് ഒരു ചോദ്യമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എല്ലാത്തിനും കൂടെ ക്ലബ് ചെയ്തിട്ട് അങ്ങനെ ചോദിച്ചാൽ അതർ മേജർ അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്, 11ഓളം അവാർഡുകൾ, കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള, ചോദിച്ചിട്ടുള്ള, അത് RRBക്ക് മാത്രമല്ല SSCക്കും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ RRBക്ക് ചോദ്യങ്ങൾ കുറവായിരിക്കും, പക്ഷെ SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിലുള്ള പാഠഭാഗങ്ങളെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഇന്റർനാഷണൽ പ്രൈസസ് ഉണ്ട്, നാഷണൽ പ്രൈസസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രൈസ് ആണ്, പുളിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രൈസ് ആണ്, ഓസ്കാർ ഇന്റർനാഷണൽ ആണ്, ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ആണ്, റാമോൺ മഗ്സസെ അവാർഡ് ഇന്റർനാഷണൽ പ്രൈസസ് ആണ്. ബാക്കിയെല്ലാം തന്നെ എന്താണ്,
നാഷണൽ അവാർഡ്സ് ആണ്, നാഷണൽ ലെവലിൽ കൊടുക്കുന്ന അവാർഡ്സ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒന്നാമത്തെ അവാർഡിനെ പറ്റി പഠിക്കാം. ഏതാണത്? നോബൽ പ്രൈസ്. അപ്പൊ നോബൽ പ്രൈസിനെ പറ്റി നിങ്ങൾ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ ഒന്ന് നോക്കി വെക്കുക. ആദ്യത്തെ അവാർഡ് നോബൽ പ്രൈസ് കൊടുത്ത വർഷം 901. നോബൽ പ്രൈസ് ആദ്യമായിട്ട് കൊടുത്ത വർഷം 901. അത് എന്തിനാണ് കൊടുത്തത്? 5ാമത്തെ ആനിവേഴ്സറി. ആരുടെ? ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തിയുടെ 5ാമത്തെ മരിച്ചതിന് ശേഷമുള്ള 5ാമത്തെ ആനിവേഴ്സറിക്കാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അദ്ദേഹം ഡിസംബർ മാസമാണ് മരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒസ്യത്തിനകത്ത്, അദ്ദേഹത്തിന്റെ വിൽപത്രത്തിനകത്ത്, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഈ പറയുന്ന നമ്മൾ വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ട് മരിക്കുക എന്ന് പറയില്ലേ, അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്റെ പേരിൽ എന്റെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, വിവിധ മേഖലകളിൽ കഴിവ് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് അവാർഡുകൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിൽപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നോബൽ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. കൊടുത്തു തുടങ്ങുന്ന വർഷം 901. ഓക്കെ, ആദ്യം 5 അവാർഡുകൾ 5 മേഖലയിലാണ് അവാർഡുകൾ കേന്ദ്രീകരിച്ച് കൊടുത്തിരുന്നത്. ഏതൊക്കെയാണത്? ഫിസിക്സിൽ കൊടുത്തിരുന്നു, കെമിസ്ട്രിയിൽ കൊടുത്തിരുന്നു, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ അതിനകത്ത് കൊടുത്തിരുന്നു, ലിറ്ററേച്ചറിൽ കൊടുത്തിരുന്നു, പീസ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. ഇങ്ങനെ 5 മേഖലകളിലായിട്ടായിരുന്നു ആദ്യം അവാർഡ് കൊടുത്തിരുന്നത്. 968 എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ 6 മേഖലകളിൽ എന്ത് കൊടുക്കുന്നു? അവാർഡ് കൊടുക്കുന്നു. അപ്പോൾ നോബൽ പ്രൈസ് തുടങ്ങിയത് 901. ആരുടെ ഓർമ്മയ്ക്കാണ്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്ക്, അദ്ദേഹത്തിന്റെ ഒസ്യത്ത് അനുസരിച്ചിട്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഇനീഷ്യലി 5 ഫീൽഡുകളിൽ മാത്രമേ നോബൽ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയായിരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, പിന്നെ ഏതാണ്? പീസ്, ലിറ്ററേച്ചർ. 5 മേഖലയിലാണ് ഉണ്ടായിരുന്നത്. 968 6ാമതൊരു മേഖലയെ കൂടെ ഉൾപ്പെടുത്തി. അതേതാണ് ആ മേഖല? എക്കണോമിക് സയൻസ് എന്ന് പറയുന്നതാണ് ആ മേഖല. ഇതാണ് നോബൽ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള ആ നോബലിന്റെ പടമുള്ള ഒരു ഗോൾഡ് കോയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് നമുക്ക് നോബൽ പ്രൈസ് കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു മെഡല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? നമുക്ക് നോക്കാം. NTPCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൗ മെനി കാറ്റഗറീസ് ആർ ദർ ഓഫ് നോബൽ പ്രൈസ്? നോബൽ പ്രൈസ് എത്ര കാറ്റഗറികളിലായിട്ടാണ് കൊടുക്കുന്നത്? എത്ര കാറ്റഗറി ആയിട്ടാണ്? 6 കാറ്റഗറിയിലായിട്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു സ്ലൈഡിൽ നിന്ന് ചുരുങ്ങിയത് 1, ഇപ്പൊ ഒന്നല്ല, 1ൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ പറയുന്നല്ല. അപ്പൊ സ്റ്റാറ്റിക് GKയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവാർഡുകൾ കറണ്ട് അഫയറിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, പ്രത്യേകിച്ച് നോബൽ പ്രൈസിൽ നിന്ന് നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ NTPCക്കും ഗ്രൂപ്പ് ഡിക്കും JEക്കും ALPക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 25-30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നോബൽ പ്രൈസിൽ നിന്നും മാത്രം, ഒരൊറ്റ അവാർഡിൽ നിന്ന് മാത്രം. അത്ര ഇമ്പോർട്ടന്റ് ആണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചിട്ട് പോവാ. 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ചുരുങ്ങിയത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അപ്പൊ 901 തുടങ്ങി. ആദ്യം 5 ഫീൽഡ് ഉണ്ടായുള്ളൂ, പിന്നെ 6 ഫീൽഡായി. 6ാമത് ആഡ് ചെയ്ത് എക്കണോമിക് സയൻസ് ആണ്. ആഡ് ചെയ്ത വർഷം 968 ഒരു ക്വസ്റ്റ്യൻ സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് വർഷാവർഷം കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. വർഷാവർഷം കൊടുക്കുന്ന സമ്മാനമാണ്. എന്നാൽ മുടക്കുകൾ വന്നിട്ടുണ്ട്. 1ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, ഡിപ്രഷന്റെ സമയത്ത്, അങ്ങനെ പല സമയങ്ങളിൽ പല ഫീൽഡുകളിൽ എന്ത് ചെയ്തിട്ടില്ല? അവാർഡുകൾ കൊടുത്തിട്ടില്ല. പലപ്പോഴും ഇപ്പൊ മെഡിസിൻ ഒക്കെ 1ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് മെഡിസിന് കൊടുക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? മറ്റ് ഈ പറയുന്ന ആതുരാലയങ്ങൾക്കും മറ്റു ഹോസ്പിറ്റലിനും മറ്റു സർവീസുകൾക്കൊക്കെ കൊടുത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാലും ആനുവലി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനുവലി എന്ത് ചെയ്യുന്നു? അവാർഡുകൾ കൊടുക്കുന്നു. എന്താണ് അവാർഡിനകത്ത് കൊടുക്കുന്നത്? നമുക്കറിയാവുന്നതാണ്. ഒരു ഗോൾഡ് മെഡൽ, ഞാൻ നേരത്തെ ഇമേജ് കാണിച്ചു. അത് 24 ക്യാരറ്റ് സ്വർണ്ണമാണ്, അല്ലെ, പ്യുവർ ഗോൾഡ് ആണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. മോണിറ്ററി അവാർഡായിട്ട് 11 കോടി അല്ലെങ്കിൽ 11 മില്യൺ ആണ് കൊടുക്കുന്നത്. അത് 9.72 ഇന്ത്യൻ റുപ്പി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഓക്കെ, 11 മില്യൺ ക്രോണ എന്ന് പറയുന്ന കറൻസിയിലുള്ള 11 മില്യൺ ആണ് കൊടുക്കുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ 9.72 കോടിയുടെ അടുത്തുള്ള ഇന്ത്യൻ റുപ്പി എമൗണ്ട് ആയിട്ട് വരും. ആൻഡ് നോബൽ പ്രൈസുകൾ എന്ത് കൊടുക്കില്ല? മരണാനന്തര ബഹുമതിയായിട്ട് നോബൽ പ്രൈസുകൾ കൊടുക്കില്ല. മരണാനന്തര ബഹുമതിയായിട്ട് നോബൽ പ്രൈസുകൾ കൊടുക്കില്ല. ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഇനി ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്ത് ചെയ്യും? നോബൽ പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. ഈ സമ്മാനം കൊടുക്കുന്നത് മറ്റൊരു ദിവസമായിരിക്കും. അപ്പൊ അനൗൺസ്മെന്റിനും സമ്മാനദാനത്തിനും ഇടയിൽ ആ വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അവാർഡ് കൊടുക്കും. അല്ലാതെ ഒരു വ്യക്തി, ഒരു സയന്റിസ്റ്റ്, ഒരു വളരെ കിടിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു തിയറി കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്തു, അത് വളരെ എന്താ പറയുക ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഒക്കെ ഒരു തിയറി കണ്ടെത്തി എന്നുള്ളതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കില്ല. അപ്പൊ മരണാനന്തര ബഹുമതിയായിട്ട് നോബൽ പ്രൈസ് കൊടുക്കില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 901 2024
കഴിഞ്ഞ ഈ 2024 വരെയുള്ള കാലഘട്ടത്തിൽ 627 തവണകളിലായി 1012ഓളം ആളുകൾക്കാണ് നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇൻ കേസ് ഒരു ചോദ്യം വന്നാലോ, NTPCക്കും ഗ്രൂപ്പ് ടിക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക പോലുമില്ല. ഇങ്ങനെയും ചോദ്യം ഇടാവുന്നൊക്കെ ആയിരിക്കും, നമ്മൾ ഞെട്ടിപ്പോവും. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. ചിലപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ 10,000 അല്ലെങ്കിൽ 100 അങ്ങനെ 20 ഉള്ള നമ്പർ ആയിരിക്കും ചിലപ്പോൾ മറ്റു ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക. അപ്പം റഫ്ലി ഇത്ര ഉണ്ടെന്നുള്ള ഒരു ധാരണയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവുക. പലപ്പോഴും പല ധാരണകൾ ഉണ്ടാക്കി വെച്ച് പോകുന്നത് എക്സാമിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവുക. ഇതില് 5 വ്യക്തികൾക്കും 2 സംഘടനകൾക്കും ഒന്നിൽ കൂടുതൽ വട്ടം നോബൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2 സംഘടനകൾക്കും അതുപോലെ തന്നെ 5 വ്യക്തികൾക്കും ഒന്നിൽ കൂടുതൽ വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, നോബൽ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫീൽഡും ആരാണ് അവാർഡുകൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. 6 മേഖലകളിലായിട്ടാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് തുടങ്ങിയ മേഖലകളിലേക്ക് സമ്മാനം പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? റോയൽ സ്വീഡിഷ് അക്കാഡമിയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് മേഖലകളിൽ, സയൻസ് എന്ന പേരുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഫിസിക്സ് ഒരു ശാസ്ത്ര ശാഖയാണ്, കെമിസ്ട്രി ഒരു ശാസ്ത്ര ശാഖയാണ്, എക്കണോമിക്കൽ സയൻസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതും ഒരു ശാസ്ത്ര ശാഖയാണ്. അപ്പൊ മെഡിസിൻ അല്ലേന്ന് ചോദിക്കരുത്. മെഡിസിൻ നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കൊടുക്കുന്നത്. മെഡിസിൻ ആരാണ് കൊടുക്കുന്നത്? നോബൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മെഡിസിന് വേണ്ടി കൊടുക്കുന്നത്. ലിറ്ററേച്ചറിനോ സ്വീഡിഷ് അക്കാഡമിയാണ് ലിറ്ററേച്ചറിന് വേണ്ടി കൊടുക്കുന്നത്. പീസോ നോർവീജിയൻ നോബൽ കമ്മിറ്റി. അപ്പൊ ഇവിടെ മാത്രം നോർവേ ആണ് കൊടുക്കുന്നത്. സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആൽഫ്രഡ് നോബൽ മരിക്കുന്ന സമയത്ത് നോർവേയും സ്വീഡനും ഒരുമിച്ച് അന്ന് ഏകദേശം ഒരേ രാജ്യമായിട്ടാണ് മുന്നോട്ട് പോരുന്നത്. പിന്നീട് 2 രാജ്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണെന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആരൊക്കെയാണ് അവാർഡുകൾ കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഏറ്റവും ആദ്യം ലൊറേറ്റ് എന്നാണ് അവാർഡ് കിട്ടുന്ന ആളെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ 901 ഏറ്റവും ആദ്യം അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം. 901 അവാർഡ് ഡിക്ലെയർ ചെയ്ത സമയത്ത് ആ അവാർഡുകൾ വാരി കൂട്ടിയത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഈ ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫിസിക്സിന് കിട്ടിയത് റോയൻഡജൻ ആണ്. റോയൻഡജൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ്റേ റേഡിയേഷൻ ഫൗണ്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്, നോബൽ പ്രൈസ് കൊടുക്കുന്നത്. കെമിസ്ട്രി കിട്ടിയത് ആർക്കാണ്? ജേക്കബസ് ഹെൻറിക്കസ് വാൻഡോഫ് ജൂനിയർ. കെമിസ്ട്രി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. കെമിക്കൽ തെർമോഡൈനാമിക്സിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ മേഖലയിൽ കൊടുക്കുന്നത് ആർക്കാണ്? എമിൽ വോൺ ബെറിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് കൊടുക്കുന്നത്? ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റി ടോക്സിൻ കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്, നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ലിറ്ററേച്ചറിന് ഏറ്റവും ആദ്യം കിട്ടുന്നത് റെനെ ഫ്രാങ്കോയ് സർമാണ്ട് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് കൊടുക്കുന്നത്. ഇനി അദ്ദേഹം ഒരു ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു. സമാധാനത്തിന് ഹെൻറി ദുനന്റ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, റെഡ് ക്രോസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഹെൻറി ദുനന്റിനാണ് എന്ത് കൊടുക്കുന്നത്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്നത്. എക്കണോമിക് സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം 968. ബാക്കിയുള്ളതെല്ലാം 901. ഈ കാണുന്നതെല്ലാം 901 ഉണ്ട്. എക്കണോമിക് സയൻസ് 968 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. അതിൽ ഏറ്റവും ആദ്യത്തെ സമ്മാനം കിട്ടിയത് ആർക്കാണ്? യാൻ ടിൻബർഗനും റാഗ്നാർ ഫ്രിഷ്കിനുമാണ് കിട്ടിയെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്തുനിന്ന് നിങ്ങൾ ഒരുപാട് ഫാക്ടുകൾ പഠിച്ചു അല്ലെ? ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം എന്താ നോക്കുക. ദ നോബൽ പ്രൈസ് അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡിഷ് അക്കാഡമി ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ സ്വീഡിഷ് അക്കാഡമി ഏത് മേഖലയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നതെന്ന് NTPCക്ക് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതിനാണ്? ലിറ്ററേച്ചറിനാണ്. നിങ്ങളിവിടെ കണ്ടതാണ്, ലിറ്ററേച്ചറിനാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത NTPCക്ക് ഗ്രൂപ്പ് ഡിക്ക് എന്തൊക്കെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് വരാം? ദ നോബൽ പ്രൈസ് അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡിഷ് അക്കാഡമിക്ക് പകരം റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഒന്നുകൂടെ ചോദിക്കാം. അല്ലെങ്കിൽ നോബൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കാം. നോർവീജിയൻ നോബൽ കമ്മിറ്റി വെച്ചുകൊണ്ട് ചോദിക്കാം. അപ്പോൾ ഇത് ഒരു ചോദ്യം ഈ രീതിയിൽ വന്നാൽ അതിന്റെ മറ്റ് സാധ്യതകൾ കൂടി മനസ്സിലാക്കി പഠിച്ചിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോവുക. ഇനി ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് ലോറേറ്റിന്റെ കാര്യം പറഞ്ഞ വെറുതെ അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കുട്ടികളെ നോക്കുക. വിച്ച് ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ബൈ ഹെൻറി ഡുനന്റ്, ദ വിന്നർ ഓഫ് ദ ഫസ്റ്റ് നോബൽ പീസ് പ്രൈസ്? ഏത് മൂവ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്? റെഡ് ക്രോസ് മൂവ്മെന്റ് അല്ലെ, ഇന്റർനാഷണൽ റെഡ് ക്രോസ്. NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കുക. The first Nobel Prize in Medicine was given in 1901 for the discovery of therapy. എന്തിന് അഗെയിൻസ്റ്റ് ആണ്? ഡിഫ്തീരിയക്ക് അഗെയിൻസ്റ്റ് ആണ് അല്ലെ?
എക്സ്ക്യൂസ് മീ, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ മേഖലയിൽ നോബൽ സമ്മാനം 1901 കൊടുത്തത് ഡിഫ്തീരിക്കെതിരായിട്ടുള്ള ആന്റി ടോക്സിൻ കണ്ടുപിടിച്ചതിനാണ്. അത് NTPC ചോദിച്ചുള്ള ചോദ്യമാണ്. അടുത്ത് നോക്കുക, ഇന്ത്യയിൽ നോബൽ സമ്മാനങ്ങളും ഇന്ത്യൻ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരും നോബൽ സമ്മാനങ്ങളും തമ്മിലുള്ള ബന്ധം, ആർക്കൊക്കെയാണ് നോബൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് കിട്ടിയിട്ടുള്ളത്, ഏത് വർഷമാണ് കിട്ടിയിട്ടുള്ളത്, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതിൽ ഒരു യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ യെല്ലോ ഷെയ്ഡ് ഉള്ളവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, ഇന്ത്യൻ പൗരന്മാരാണ്. അതല്ല, ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാണുന്ന കളങ്ങളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ 1968 ഹർഗോബിന്ദ് ഖൊറാന, അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഇന്ത്യൻ പൗരനും ഇന്ത്യൻ വംശജനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാവുന്ന പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു പോവാം. ഏറ്റവും ആദ്യം നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തിന് ഏത് പുസ്തകത്തിനാണ് കിട്ടിയെന്നുള്ളത് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് വരാം. ഏത് പുസ്തകത്തിനാണ്? ഗീതാഞ്ജലി അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ കുഞ്ഞിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് രവീന്ദ്രനാഥ് ടാഗോറിന് എന്ത് കിട്ടുന്നത്? നോബൽ പ്രൈസ് കിട്ടുന്നത് അല്ലെ. ഏതാണ് ഫീൽഡ്? ഇപ്പൊ ലിറ്ററേച്ചർ ആണ്. രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയിട്ട് ലിറ്ററേച്ചർ ആണെന്ന് പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. ഏത് വർഷമാണ്? 1913. അപ്പൊ 1901 അവാർഡ് ദാനങ്ങൾ തുടങ്ങിയത്. തുടങ്ങി 11ാമത്തെ വർഷം ഒരു ഇന്ത്യക്കാരൻ അവാർഡ് കിട്ടുന്നു. കിട്ടുന്നത് ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന് സർ പദവി കിട്ടിയത്, നൈറ്റ്ഹുഡ് കിട്ടിയത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ സർ പദവി ഉപേക്ഷിച്ചൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചതാണ്. ഇപ്പൊ ലിറ്ററേച്ചർ അതിനാണ് കിട്ടുന്നത്. 1930 ഇന്ത്യൻ സയന്റിസ്റ്റിന്, ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന് എന്ത് കിട്ടുന്നു? നൊബേൽ സമ്മാനം കിട്ടുന്നു. ഏതിന്? ഫിസിക്സിന് കിട്ടുന്നു. ആർക്കാണ് അത് കിട്ടുന്നത്? CV രാമന്. അപ്പോൾ ഡോക്ടർ CV രാമന് 1930 എന്ത് കിട്ടുന്നത്? ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനം കിട്ടുന്നത്. അറിയാവുന്നതാണ് നിങ്ങൾക്ക്. സ്കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പളിലാണ് CV രാമൻ എന്ത് ചെയ്യുന്ന അവാർഡ് കിട്ടുന്നത്. 1968 ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുന്ന ഇന്ത്യൻ വംശജന് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിൽ എന്ത് കിട്ടുന്നു? നോബൽ സമ്മാനം കിട്ടുന്നു. ജീൻ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് 1968 കേട്ടോ. 1979 മദർ തെരേസ, നാച്ചുറലൈസേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള മദർ തെരേസ എന്ന് പറയുന്ന ഇന്ത്യൻ പൗര, അവർക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവർക്ക് എന്ത് കിട്ടുന്നു? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 1979 കിട്ടുന്നു. 1983 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വർഷമാണല്ലോ, 1983 ഇന്ത്യക്ക് ആദ്യമായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയ വർഷം. അതിന്റെ പേരിൽ ഒരു മലയാളം പടമുണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ 1983 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന് എന്ത് കിട്ടുന്നു? വീണ്ടും ഒരു ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടുന്നു. പക്ഷെ അദ്ദേഹം ഒരു അമേരിക്കനാണ്, അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്, ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിന് അറിയാം ചന്ദ്രശേഖരൻ ലിമിറ്റ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ് ചന്ദ്രശേഖരൻ ലിമിറ്റ് എന്താണെന്നുള്ള. അറിയാത്തവർ നോക്കുക. ഓക്കെ. 1998 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള അമർത്യ സെന്നിന് എന്തിന് കിട്ടുന്നു? എക്കണോമിക് സയൻസിന് എന്ത് കിട്ടുന്നു? നോബൽ സമ്മാനം കിട്ടുന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ 1998 അമർത്യ സെന്നിനാണ് എന്ത് കിട്ടുന്നത്? എക്കണോമിക് സയൻസിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ അത് പോവർട്ടി അലിവിയേഷൻ എങ്ങനെയാണ് അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെൽഫെയർ, ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടുന്നത്. 2009 വെങ്കിട്ടരാമൻ രാമകൃഷ്ണന് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു? നോബൽ സമ്മാനം കിട്ടുന്നു. 2014 കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജന് മലാല യൂസഫ് ഷായുടെ കൂടെ തന്നെ എന്ത് കിട്ടുന്നു? നോബൽ സമ്മാനം കിട്ടുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആ വർഷം 2 പേർക്കാണ് കിട്ടുന്നത്, മലാലയ്ക്കും കൈലാഷ് സത്യാർത്ഥിക്കും. കൈലാഷ് സത്യാർത്ഥിക്ക് അത് കിട്ടുന്നതിന് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്നതിന് കാരണമായിട്ടുള്ള ആ ഒരു സ്കീം ഏതാണ്? അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള സ്കീം ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സ്കീം കൊണ്ടുവന്നിട്ടുള്ള കൈലാഷ് സത്യാർത്ഥിക്ക് 2014 എന്ത് ചെയ്യുന്നു? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നു. ആൻഡ് റീസെന്റ് 2019 അഭിജിത് ബാനർജി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജന് എന്ത് ചെയ്യുന്നു? എക്കണോമിക്സിനകത്ത് മറ്റൊരു നൊബേൽ കൂടെ കിട്ടുന്നു. അപ്പൊ ഇതാണ് ഇന്ത്യൻ വംശജരും നോബൽ സമ്മാനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, അതിന്റെ ഒരു ഇരിപ്പ് വശം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകും. ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കി നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാൻ പറ്റും. നെയിം ദ ഇന്ത്യൻ സയന്റിസ്റ്റ് ഹു ഷെയർഡ് ദ നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ ആൻഡ് ഫിസിയോളജി ഇൻ 1964 ഫോർ ട്രാക്കിംഗ് ജനറ്റിക് കോഡ്. ആരാണ്? ഹർഗോബിന്ദ് ഖൊറാന. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്, NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ വർഷം. സ്റ്റാറ്റിക് GK ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കഴിഞ്ഞില്ല, ആ ചോദ്യങ്ങൾ വരുന്നു, നോക്കിക്കോ. വിച്ച് ഇന്ത്യൻ വോൺ ദ നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ 2014? ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഇനി who among the following is not a Nobel Prize winner? നോബൽ പ്രൈസ് വിന്നർ അല്ലാത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റീസെന്റ് ആണ്
ഈ പറഞ്ഞ നോബൽ കമ്മിറ്റി പുറത്തുവിട്ടത് മഹാത്മാഗാന്ധിനെ പലപ്പോഴായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അമർത്യ സെന്നിന് എക്കണോമിക്സിന് കിട്ടിയിട്ടുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിന് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട്, കൈലാസ് സത്യാർത്ഥിക്ക് പീസിന് കിട്ടിയിട്ടുണ്ട്. ഇത് മൾട്ടിപ്പിൾ എക്സാംസിന് ഒരു എക്സാം മാത്രമല്ല, NTPCക്ക് മാത്രമല്ല, ഗ്രൂപ്പ് ഡിക്കും ജെയ്ക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ എക്സാംസ് എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. നോബൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അറിയാവുന്നതാണ് നിങ്ങൾക്ക്. അമർത്യ സെന്നിന് കിട്ടിയിട്ടുണ്ട് എക്കണോമിക് സയൻസിന്, അല്ലെ? കഴിഞ്ഞോ? ഇല്ല, അതാ കിടക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് നേടിക്കൊടുത്ത ഏത് പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്? അതാണ് ഗീതാഞ്ജലി. ഇനി ഹു ഇസ് ദ ഇന്ത്യസ് ഓൺലി നോബൽ ലൊറൈറ്റ് ഇൻ ലിറ്ററേച്ചർ? ലിറ്ററേച്ചറിൽ ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. 1913 രവീന്ദ്രനാഥ് ടാഗോർ, അല്ലെ? NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. ഇനി ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സ്കീം മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ആണ് നോബൽ പ്രൈസ് ആർക്ക് കിട്ടുന്നത്? കൈലാസ് സത്യാർത്ഥിക്ക് കിട്ടുന്നത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ആർക്ക് കിട്ടുന്നത്? കൈലാസ് സത്യാർത്ഥിക്ക് കിട്ടുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നാണ്, അതല്ല ബച്പൻ ബച്ചാവോ എന്നുള്ളതാണ്. ഞാൻ തിരുത്താണ്, നേരത്തെ പറഞ്ഞത് ടങ് സ്ലിപ്പായിട്ട് കൂട്ടിയ ബച്പൻ ബച്ചാവോ ആന്തോളൻ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി മിസ്ലേനിയസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും സംഭവങ്ങൾ ചോദ്യം വരാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട. അതിൽ ചോദ്യം വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഞാനിവിടെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 1965 UN ചിൽഡ്രൻസ് ഫണ്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോബൽ സമ്മാനം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തിന് മാത്രമല്ല, വ്യക്തികൾക്ക് മാത്രമല്ല, സംഘടനകൾക്കും കിട്ടുന്ന ഒന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ 1965 UN ചിൽഡ്രൻ ഫണ്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 69 ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. 77 ആംനസ്റ്റി ഇന്റർനാഷണൽ കിട്ടിയിട്ടുണ്ട്. 88 UN പീസ് കീപ്പിംഗ് ഫോഴ്സസിന് കിട്ടിയിട്ടുണ്ട്. ഇത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2001 യുണൈറ്റഡ് നേഷൻസിന് ചോദിച്ചിട്ടുള്ളത്, അതും ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 2007 IPCC ഇന്റർനാഷണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനങ്ങളാണ്. ഇതെല്ലാം എന്തായിട്ടുണ്ട്? ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക. അതാ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കുക. NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ UN പീസ് കീപ്പിംഗ് ഫോഴ്സസ് വർ അവാർഡ് നോബൽ പ്രൈസ് ഫോർ പീസ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ്? 1988. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഔട്ട് ഓഫ് ദ ബോക്സ് റാൻഡം ആയിട്ടാണ് ചോദിക്കുന്നത്. 1988 UN പീസ് കീപ്പിംഗ് ഫോഴ്സിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ചോദിക്കുകയാണ്. 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പം നാളെ വേണമെങ്കിൽ ചോദിക്കാം, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ടിന് ഏത് വർഷമാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഇൻ വിച്ച് ഇയർ വാസ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അവാർഡഡ് വിത്ത് ദ നോബൽ പീസ് പ്രൈസ്? ഇപ്പൊ നമ്മൾ കണ്ടേ ഉള്ളൂ, 2001 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസിന് കിട്ടിയത്. ഇനി ഹു വോൺ ദ നോബൽ പ്രൈസ് ഇൻ 2007 ഫോർ ഫ്ലാഗിംഗ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്? അപ്പോൾ 2007 എൻവയോൺമെന്റൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് IPCCക്കാണ്. അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ടായിരുന്നു? ആൽബർട്ട് ഗോർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനും അതുപോലെ തന്നെ IPCCക്ക് കൂടെ ചേർത്താണ് നോബൽ സമ്മാനം കൊടുത്തത്, പീസ് പ്രൈസ് കൊടുത്തത്. ഇനി അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ 2002 അപ്പോൾ ഒന്നിലാണ് അവാർഡ് കൊടുത്തത്. 2002 മെഡിക്കൽ ഫീൽഡിൽ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? മലേറിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചതിന്. ഓക്കെ. അപ്പൊ ഇതിൽ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. 2002 റൊണാൾഡ് റോസിന് ഫിസിയോളജി ഓർ മെഡിസിൻ എന്ത് ചെയ്തിട്ടുണ്ട്? നൊബേൽ കിട്ടിയിട്ടുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ്? മലേറിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചതിന്. 2003 മേരി ക്യൂറി ആൻഡ് പിയറി ക്യൂറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെ? നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള കപ്പിൾസ്. അപ്പൊ അവർക്ക് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്. 2005 റോബർട്ട് കോച്ചിന് TBക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചതിന് കിട്ടിയിട്ടുണ്ട്. 2011 മേരി ക്യൂറിക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇതിൽ കെമിസ്ട്രിയിൽ. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ഫീൽഡുകളിൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ആര്? മേരി ക്യൂറി. ആൻഡ് അവരാണ് നൊബേൽ സമ്മാനം കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ വനിത. 2003 അവർക്ക് നൊബേൽ കിട്ടിയിട്ടുണ്ട്. 1923 ഫ്രെഡറിക് G ബാൻഡിങ്ങിനും ജോൺ മെക്ലോഡിനും മെഡിസിൻ ഫീൽഡിൽ ഇൻസുലിൻ കണ്ടുപിടിച്ചതിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയാണ്. അപ്പൊ അതേപോലെ നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീന് കിട്ടിയിട്ടുള്ള 1921 1913 രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടി, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 24 വില്യം എയിൻതോവിന് മെഡിസിൻ ECG കണ്ടുപിടിച്ചതിന് കിട്ടിയിട്ടുണ്ട്. 1930 CV രാമന് കിട്ടിയിട്ടുള്ളത്. 1930 തന്നെ കാൾ ലാൻഡ്സ്റ്റൈനറിന് കിട്ടിയിട്ടുണ്ട് മെഡിസിന്. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്? ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുന്നത്. 1930
45 അലക്സാണ്ടർ ഫ്ലെമിങ്ങിനും അതുപോലെ തന്നെ ഏർണസ്റ്റ് ബി ചെയിനും സർ ഹവാർഡ് ഫ്ലോറിക്കും പെനിസിലിൻ കണ്ടുപിടിച്ചതിന് എന്ത് ചെയ്യുന്നു അവാർഡ് കിട്ടുന്നു. ഇൻസുലിൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെനിസിലിൻ കൂടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹു വാസ് ദ ഓൺലി വുമൺ ടു വിൻ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി? ആരാണ്? മേരി ക്യൂറിയാണ്. ഇനി രണ്ട് പേരൂടെ നോക്കി വെക്കുക. 53 വിൻസ്റ്റൺ ചർച്ചിലിന് ലിറ്ററേച്ചറിനാണ് കിട്ടിയിട്ടുള്ളത്. വിൻസ്റ്റൺ ചർച്ചിൽ നിങ്ങൾക്ക് അറിയാവുന്ന അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1953. 93 നെൽസൺ മണ്ടേലയ്ക്ക് പീസ് കീപ്പിങ്ങിന് സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് 93 അദ്ദേഹം ജയിലിൽ കിടന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് സമാധാനത്തിന്റെ ഉള്ള നോബൽ പ്രൈസ് കിട്ടുന്നു. ഏറ്റവും യങ്ങസ്റ്റ് ലോറേറ്റ് ആരാന്ന് ചോദിച്ചാൽ മലാല യൂസഫ് ഷായാണ്. ഓൾഡസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ജോൺ ബി ഗുഡനഫ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ യങ്ങസ്റ്റ് നോബൽ ലോറേറ്റ്? നിങ്ങളിപ്പോൾ പഠിച്ചതാണ് മലാല യൂസഫ് ഷാ. ഞാൻ TVSക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ഹു വാസ് അവാർഡ് ദ നോബൽ പ്രൈസ് ഫോർ ദ ഡിസ്കവറി ഓഫ് ഇൻസുലിൻ? ആരാണ്? ബാൻഡിങ്ങിനാണ് ഇൻസുലിൻ കണ്ടുപിടിച്ചതിനുള്ള അവാർഡ് കിട്ടിയത്. ഇനി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ റിസീവ്ഡ് എ നോബൽ പ്രൈസ് ഫോർ? എന്തിനാണ്? ലിറ്ററേച്ചറിനാണ് വിൻസ്റ്റൺ ചർച്ചിലിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി ഹു ഹാസ് ബീൻ അവാർഡ് ദ നോബൽ പ്രൈസ് ഫോർ ഹിസ് റിസർച്ച് ഓൺ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ? മലേറിയയുടെ കേസിന് റൊണാൾഡ് റോസിന് 1903 അവാർഡ് കിട്ടിയതാണ്. NTVSക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഹു റിസീവ്ഡ് ദ നോബൽ പീസ് പ്രൈസ് ഫോർ എൻഡിങ് അപ്പാർത്തൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക? എക്സ്പെക്ടഡ് ക്വസ്റ്റൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. CGL-നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെൽസൺ മണ്ടേലയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. Who among the following was awarded the Nobel Prize in Physics in 1909 along with Carl Ferdinand Braun for the development of practical wireless telegraphy? അപ്പോൾ ടെലിഗ്രഫി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടേണ്ടതാണ്. ആരാണ് ഇതിന്റെ ആൻസർ വരുന്നത്? മാർക്കോണിയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി who is the only scientist in the world to have won the Nobel Prize in Chemistry twice? കെമിസ്ട്രിയിൽ 2 വട്ടം കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ഓപ്ഷൻ മേരി ക്യൂറി കൊടുത്തിട്ടുണ്ട്, മാഡം ക്യൂറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി തെറ്റിക്കരുത്. ഇതിന്റെ ആൻസർ വരുന്ന ആരാണ്? ഫെഡറിക് സാങ്കർ ആണ്. കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിൽ 2 വട്ടം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? സാങ്കറിനാണ്. മാഡം ക്യൂറിക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? മാഡം ക്യൂറിക്ക് കിട്ടിയിട്ടുള്ളത് ഫിസിക്സിനും കെമിസ്ട്രിക്കുമായിട്ടാണ് കിട്ടിയത്. 2 ഫീൽഡുകളിലായിട്ട് 2 നോബൽ കിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ അവാർഡായിട്ടുള്ള നോബൽ പ്രൈസ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള 10-25ഓളം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടുതൽ ഫാക്റ്റുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ഭാരത് രത്ന എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭാരത് രത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇന്ത്യയിലെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു സിവിലിയന് ലഭിക്കാവുന്ന ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു അംഗീകാരമാണ് ഭാരത് രത്ന എന്ന് പറയുന്നത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിക്കാം. ഒന്നാമത്തെ ഫാക്ട് തന്നെ നോക്കുക. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1954. അപ്പോൾ 1954 ഭാരത് രത്ന കൊണ്ടുവന്നത്. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡാണ്. 1954 ഏറ്റവും ആദ്യമായിട്ട് ഭാരത് രത്ന കൊണ്ടുവന്നത്. ഇതിന്റെ റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് കൊടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി തന്നെയാണ് ഇതിന്റെ റെക്കമെൻഡേഷൻ ആർക്ക് കൊടുക്കുന്നത്? പ്രസിഡന്റിന് കൊടുക്കുന്നത്. ഇനി സാധാരണഗതിയിൽ മാക്സിമം 3 പേർക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ അവാർഡ് കൊടുക്കുന്നത്. 2024 അതിന് വലിയൊരു എക്സെപ്ഷൻ ആയിരുന്നു. 2024 5 പേർക്ക് ഈ പറഞ്ഞ ഭാരത് രത്ന കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ അതുവരെയുള്ള വർഷങ്ങളിൽ 3 പേർക്ക് വിധമാണ് എന്ത് ചെയ്യുന്നത്? ഭാരത് രത്ന കൊടുത്തു വരുന്നത്. ഓക്കെ. ഇനി ഈ അവാർഡ് 2 വട്ടം സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അവാർഡിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്, ഒരു മെഡാലിയൻ ഉണ്ടായിരിക്കും. പക്ഷെ എന്തില്ല, മോണിറ്ററി ആയിട്ടുള്ള ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ക്യാഷ് പ്രൈസോ കാര്യങ്ങളൊന്നും ഭാരത് രത്ന നമുക്ക് കൊടുക്കുന്നതല്ല. ഒരു മെഡാലിയൻ അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റുമാണ് കൊടുക്കുന്നത്. ഒരു പ്രശസ്തി പത്രവും ഒരു മെഡലുമാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. 2 വട്ടമാണ് ഇത് ചരിത്രത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത്. ഇനി there is no formal provision that recipients of the Bharat Ratna should be Indian citizen. ഇന്ത്യൻ പൗരന്മാരാവണം എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കർശനമായിട്ടുള്ളൊരു നിബന്ധനയൊന്നും പറയുന്നില്ല. കാരണം നാച്ചുറലൈസ്ഡ് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള മദർ തെരേസയ്ക്ക് 1980 ഇത് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ കാരണം? 1980 പെട്ടെന്ന് മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കൊടുക്കാനിടയായിട്ടുള്ള കാരണം എന്താ? അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേ. 1980 എന്തുകൊണ്ടായിരിക്കും മദർ തെരേസയ്ക്ക് പെട്ടെന്ന് നോബൽ പ്രൈസ് കൊടുത്തത്? 1979 മദർ തെരേസയ്ക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പീസ് പ്രൈസ് കിട്ടിയത്. നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നത് 1979 അല്ലേ? അപ്പൊ തൊട്ടടുത്ത വർഷം മദർ തെരേസയ്ക്ക് എന്ത് കൊടുത്തു? ഭാരത് രത്ന അവാർഡ് കൊടുത്തു അല്ലെ? ലോകം ആദരിച്ച, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു വനിതയെ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഇന്ത്യയും ആദരിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ത്യയിലെ ഒരു പൗരന് ലഭിക്കാവുന്ന, ഒരു സിവിലിയന് ലഭിക്കാവുന്ന പരമോന്നതമായിട്ടുള്ള അംഗീകാരമായ ഭാരത് രത്ന 1980 തന്നെ ആർക്ക് കൊടുക്കുന്നു? മദർ തെരേസയ്ക്ക് കൊടുക്കുന്നു. ആൻഡ് 2 നോൺ ഇന്ത്യൻസിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാകിസ്ഥാൻ പൗരനായിട്ടുള്ള
അബ്ദുൾ ഗാഫർ ഖാന് 1987 ഈ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ചരിത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ് അബ്ദുൾ ഗാഫർ ഖാൻ ആരാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. 1987 അബ്ദുൾ ഗാഫർ ഖാനിന് എന്ത് ചെയ്തിട്ടുള്ളത് ഈ അവാർഡ് കിട്ടുന്നത്. നെൽസൺ മണ്ടേലയ്ക്ക് 1990 ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. നെൽസൺ മണ്ടേലയ്ക്ക് 1990 ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭാരതരത്ന ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല ലഭിച്ചിട്ടുള്ളത്, രണ്ട് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത രണ്ട് വിദേശീയർക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഈ അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പൗരൻ 1987 നെൽസൺ മണ്ടേലയ്ക്ക് 1990 ഈ അവാർഡ് കൊടുക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ലഭിച്ചിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. അദ്ദേഹം റിട്ടയർ ചെയ്ത് അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് എന്ത് ലഭിക്കുകയാണ്? ഭാരതരത്ന ലഭിക്കുകയാണ്. ഇനി ഏറ്റവും പ്രായം ചെന്ന ഭാരതരത്ന ലഭിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DK കാർവേ ആണ്. ദോണ്ടോ കേശവ് കാർവേ. അദ്ദേഹത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന നിമിഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്നത്. അത് 1950കളിലാണ് കേട്ടോ. ഈ കാർവേക്ക് ഈ പറയുന്ന ഭാരതരത്ന കൊടുക്കുന്നത് 1950കളിലാണ്. ജവഹർലാൽ നെഹ്റു ഒക്കെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏറ്റവും യങ്സ്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഏറ്റവും ആദ്യം 1954 ഭാരതരത്ന തുടങ്ങിയെന്ന് നമുക്കറിയാം. ആ ഒരു തവണ ഒരു വർഷം 3 പേർക്ക് കൊടുക്കുന്നുള്ളത് നമ്മൾ പഠിച്ചു. എക്സെപ്ഷൻ 2024 നമ്മൾ മനസ്സിലാക്കി. അപ്പൊ 54 ആർക്കൊക്കെ ഭാരതരത്ന കിട്ടി? രാജഗോപാലാചാര്യക്ക് ഭാരതരത്ന കിട്ടി. CV രാമന് എന്ത് ചെയ്തു? ഭാരതരത്ന കിട്ടി. S രാധാകൃഷ്ണന് ഭാരതരത്ന കിട്ടി. നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്റ്റാറ്റിക് GK പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു S രാധാകൃഷ്ണനെ പറ്റിയിട്ട് അല്ലെ. S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നതിനേക്കാൾ മുന്നേ ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് S രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി മരണാനന്തരം ഒരാൾ മരിച്ചതിന് ശേഷവും എന്ത് കൊടുക്കും? ഭാരതരത്ന കൊടുക്കും. നോബൽ സമ്മാനം മരിച്ചതിന് ശേഷം കൊടുക്കുമായിരുന്നോ? ഇല്ല. പക്ഷെ ഭാരതരത്ന മരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി രാജ്യം കൊടുക്കും. അങ്ങനെ മരണാനന്തരം ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി ഏറ്റവും ആദ്യം ഭാരതരത്ന ലഭിക്കുന്ന മ്യൂസീഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MS സുബ്ബലക്ഷ്മിയാണ്. MS സുബ്ബലക്ഷ്മിക്കാണ് ഏറ്റവും ആദ്യം ഭാരതരത്ന ലഭിക്കുന്നത്. MS സുബ്ബലക്ഷ്മിയെ പറ്റി നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. കാരണം ഇവരെ ഇനിയും നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കാണും. ഏറ്റവും ആദ്യം ഭാരതരത്ന ലഭിച്ച സംഗീതജ്ഞ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഗീതത്തിലുള്ള ഒരു ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സുബ്ബലക്ഷ്മിയാണ്. ഏറ്റവും ആദ്യം പത്മവിഭൂഷൺ ലഭിച്ചവർക്കാണ്. അത്തരത്തിൽ ഇനി റാമോൺ മെഗ്സസെ അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഇദ്ദേഹത്തെ കാണാൻ പറ്റും. അപ്പം ഈ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും നമ്മൾ പലയിടങ്ങളിലായിട്ട് അവാർഡുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഇവരെ പറ്റി പഠിക്കും. ഏറ്റവും ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അപ്പോൾ 40ാമത്തെ വയസ്സിൽ ഭാരതരത്ന കിട്ടിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരതരത്ന ലഭിച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ. സ്പോർട്സ് മേഖലകളിൽ ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ തന്നെയാണ്. അത് ഒരുപാട് വിവാദങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം സച്ചിൻ ഈ അവാർഡ് ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം രാജ്യസഭ മെമ്പറാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള രാജ്യസഭ മെമ്പറാണ്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ആ സമയത്ത് ഹോക്കിയും അതുപോലെ തന്നെ ഫുട്ബോളും പോലെയുള്ള മറ്റ് ഗെയിമുകളിൽ സച്ചിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൊടുത്തത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഒരു ക്രിറ്റിസിസം ആയിട്ടൊക്കെ പറയുന്നതാണ്. ഓക്കെ. ഇനി 2024 ഭാരതരത്ന ലഭിച്ചിട്ടുള്ള 5 പേരുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവരുടെ പേഴ്സണാലിറ്റീസ് ആയിട്ട് കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇവരെ പറ്റിയിട്ട് 1-2 പോയിന്റ്സ് കൂടെ എക്സ്ട്രാ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ RRBക്ക് ചോദ്യം ചോദിക്കാൻ ഇഷ്ടം കൂടുതലായിരിക്കും. ഇപ്പൊ ചരൺ സിംഗ് ഇന്ത്യയുടെ 5ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1979-80 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അദ്ദേഹം ഡെപ്യൂട്ടി PM ആയിട്ടും ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കർപ്പൂരി താക്കൂർ, ബീഹാറിനെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ള ബീഹാറിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള കർപ്പൂരി താക്കൂറിനെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. അദ്ദേഹത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. LK അദ്വാനി 7ാമത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ 7 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ 7ാമത്തെ ഡെപ്യൂട്ടി PM ആയിട്ടുള്ള നമുക്കറിയാവുന്ന LK അദ്വാനി, അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. PV നരസിംഹറാവു 9ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് ഫസ്റ്റ് ഫ്രം ദ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയാവുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ PV നരസിംഹറാവു ആണ്. അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ഭാരതരത്ന കൊടുത്തിട്ടുണ്ട്. MS സ്വാമിനാഥൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന MS സ്വാമിനാഥനും 2024 ഭാരതരത്ന കൊടുത്ത് ആചരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ വ്യക്തികൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് വേറെന്തെങ്കിലും പേരുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ ഇരുന്നിട്ടുള്ള മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം.
ഇനി നമ്മുടെ PSC പോലെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ SSC പോലെയുള്ള പരീക്ഷകളാണെന്നുണ്ടെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഈസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് പ്രസന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഏതാണ്? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? ഭാരത് രത്ന. ഇനി ഭാരത് രത്ന ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് വാസ് ഗിവൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ്? 1954. അഗെയിൻ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ ഹാസ് ബീൻ അവാർഡഡ് ദ ഭാരത് രത്ന അവാർഡ്? ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏത് പ്രധാനമന്ത്രിക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? മൊറാർജി ദേശായിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതൊരു ഫാക്ട് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഇനി വിച്ച് ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് അവാർഡഡ് ദ ഭാരത് രത്ന പോസ്റ്റ്മസ്ലി? ആർക്കാണ്? രാജീവ് ഗാന്ധിക്കാണ് മരണാനന്തരം ഈ പറയുന്ന ഭാരത് രത്ന കിട്ടിയിട്ടുള്ള എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 2018 ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദീസ് ടു ഡിഗ്നിറ്ററീസ് വർ അവാർഡഡ് ദ ഭാരത് രത്ന അവാർഡ് ഇൻ 2015? ഇപ്പൊ 2015 ഭാരത് രത്ന കിട്ടി, 2017 NTPCക്ക് ആ ചോദ്യം ചോദിച്ചു. അപ്പൊ 2015 ഭാരത് രത്ന കിട്ടിയിട്ടുള്ള രണ്ടുപേരും ആരൊക്കെയാണ്? മദൻ മോഹൻ മാലവ്യയും അടൽ ബിഹാരി വാജ്പേയി ആണെന്നുള്ളത് കൂടെ ഓർത്തിരിക്കാം. അപ്പൊ കറണ്ടിൽ നിൽക്കുന്ന ആളുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. 2 വർഷത്തെങ്കിലും ചോദിക്കും. 2015 അവർക്ക് അവാർഡ് കൊടുത്തത്. 2017 ജനുവരി മാസമാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതുപോലെ 2016 കൊടുത്ത അവാർഡിനെ പറ്റി ചോദിക്കാൻ വരുന്നത്. പക്ഷെ 2015 അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 വർഷം തൊട്ട് മുന്നേ ഉള്ള ആളുകളുടെ പേരുകൾ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഏത് അവാർഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും. സച്ചിൻ ടെണ്ടുൽക്കറിന് ഏത് വർഷമാണ് കിട്ടിയത്? 2014 കിട്ടിയത്. NTPCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി വിച്ച് വാസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു ബി അവാർഡഡ് ദ പ്രസ്റ്റീജിയസ് ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ? ഇതൊരു എക്സ്പെക്ടഡ് ക്വസ്റ്റൻ ആണ്. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിന് മുന്നേ SSCയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ആർക്കാണ്? MS സുബ്ബലക്ഷ്മിക്കാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏറ്റവും ആദ്യം കിട്ടിയ സംഗീതജ്ഞ. പാകിസ്ഥാനി സിറ്റിസൺ. ഭാരത് രത്ന കിട്ടിയിട്ടുള്ള പാകിസ്ഥാനി സിറ്റിസൺ. നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാൻ ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പാകിസ്ഥാൻ പൗരനെ ഇന്ത്യ ഭാരത് രത്നം കൊടുത്ത് ആചരിച്ചിട്ടുണ്ടെന്നുള്ളത് ചരിത്രമാണ്. അപ്പൊ അതാരാണ്? ഏത് വർഷമാണ്? ആർക്കാണ് കിട്ടിയത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് കിട്ടിയത്. വർഷം 1987 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹു വാസ് ഗിവൺ ദ ഫസ്റ്റ് ഭാരത് രത്ന അവാർഡ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? ആർക്കാണ് ഏറ്റവും ആദ്യത്തെ ഭാരത് രത്ന അവാർഡ് കിട്ടിയത്? 3 പേർക്കാണ് കിട്ടിയത്. അതിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ് CV രാമനാണെന്നുള്ളവരോട് ഓർത്തിരിക്കുക. ഇനി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ഭാരത് രത്ന. ഇന്ത്യൻ വുമൺ ആരാണ്? ഇതിൽ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വുമൺ കിട്ടിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധിക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മദർ തെരേസയ്ക്ക് കിട്ടിയത് 1980 അവർക്ക് നോബൽ പീസ് പ്രൈസ് കിട്ടിയത് 1979. ഇനി ഹു വോൺ ദ ഭാരത് രത്ന ഓൺ ഹിസ് 100th ബർത്ത്ഡേ? ഞാൻ പറഞ്ഞിരുന്നു 100ാമത്തെ ആണ് ഏറ്റവും ഏർലിയസ്റ്റ് നമുക്ക് ഈ ഭാരത് രത്ന കിട്ടിയിട്ടുള്ളത്. അത് ആർക്കാണ്? DK കാർവേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരത് രത്ന പോസ്റ്റ്മസ്ലി? മരണാനന്തരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ 2ാമത്തെ അവാർഡ് പഠിച്ചിരിക്കുകയാണ്. ഏതാണ്? ഭാരത് രത്ന. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പുലിറ്റ്സർ പ്രൈസിനെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 അവാർഡുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഈ ഓരോ അവാർഡുകളും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ പഠിക്കുന്നതിന്റെ തോതും നമ്മൾ എന്ത് ചെയ്യും? കുറയും. ഇപ്പൊ ചോദ്യങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി പഠിക്കേണ്ട കാര്യമില്ല, അല്ലെ? അപ്പോൾ ഈ വരുന്ന അവാർഡുകളിൽ പലതിൽ നിന്നും പല പ്രൊപ്പോർഷനിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 2 അവാർഡ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. നോബൽ പ്രൈസും ഭാരത് രത്നയും. അത് രണ്ടുമാണ് ഞാൻ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള പല അവാർഡുകളിലും ചോദ്യങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടാവും? ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പുലിറ്റ്സർ പ്രൈസ് ആണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? 23 ആനുവൽ അവാർഡ്സ്, അതായത് 23 കാറ്റഗറികളിലായിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൊളംബിയ യൂണിവേഴ്സിറ്റി, ന്യൂയോർക്കിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി കൊടുക്കുന്നു? അതാണ് ചോദ്യം. ജേർണലിസത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കൊളംബിയയിലുള്ള അല്ലെങ്കിൽ ന്യൂയോർക്കിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത്. വർഷം 23 കാറ്റഗറികളിലായിട്ട് ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആർട്ട് അടക്കം പല കാറ്റഗറികളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ലിറ്ററേച്ചർ, ആർട്ടൊക്കെ ഉൾപ്പെടുന്നുണ്ട്. 917 വർഷം ചോദിക്കും. 917 തൊട്ടാണ് എന്ത് ചെയ്യുന്നത്? പുലിറ്റ്സർ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ 901 ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. 901 കൊടുത്തു തുടങ്ങിയ നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ് ഏതാണ്? നൊബൽ പ്രൈസ്, അല്ലെ? 954 കൊടുത്തു തുടങ്ങിയ അവാർഡ് ഏതാണ്? ഭാരത് രത്ന അവാർഡ്. 917 കൊടുത്തു തുടങ്ങിയ അവാർഡ് ഏതാണ്? പുലിറ്റ്സർ പ്രൈസ്. അപ്പൊ അങ്ങനെ തന്നെ കൈയോടെ പഠിച്ചു പോവുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്തു.
ഇനി ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾ, അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കി പോവുക കേട്ടോ. ഇപ്പൊ ഏറ്റവും ആദ്യം കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാന്ന് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SSC ഒക്കെ ചോദിച്ചിട്ടുണ്ട്, RRBക്ക് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഗോവിന്ദ് ബിഹാരി ലാൽ 1937 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്? ഏറ്റവും ആദ്യം പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജംപ ലഹീരിക്ക് 2000 കിട്ടിയിട്ടുണ്ട്. ഗീത ആനന്ദിന് 2003 കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള ആളുകളുടെ പേര് പ്രത്യേകം ഒന്ന് ശ്രദ്ധ ചേർത്ത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അദ്നാൻ അബീദി, സന്ന ഇർഷാദ്, അമിത് ദാവെ ആൻഡ് ദ ലേറ്റ് ദാനിഷ് സിദ്ദിഖ്. അല്ലെ, ദാനിഷ് സിദ്ദിഖിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2020 അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. മരിച്ചു പോകുന്നതായിട്ട് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ പല അതിർത്തികളിലും പീസ് കീപ്പിംഗ് പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് കശ്മീരിലൊക്കെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രപ്രവർത്തനം വളരെ എന്താ പറയുക, അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് 2 വട്ടം കിട്ടുന്നുണ്ട്. 2018 കൊടുക്കുന്നുണ്ട്, 2020 മരണാനന്തരം അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പുലിറ്റ്സർ പ്രൈസ് കൊളംബിയ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതാണ്. ന്യൂയോർക്കിലുള്ള, അമേരിക്കയിലുള്ള 23 അവാർഡുകൾ, 23 മേഖലകളിലായിട്ട് ആനുവലി 23 അവാർഡ്സ് ആണ് കൊടുക്കുന്നത്. അതിൽ 917 തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. അതിൽ കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരുടെ പേരുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം കിട്ടിയിട്ടുള്ള ആളുടെ പേര് 1937 കിട്ടിയിട്ടുള്ള ഗോവിന്ദ് ബിഹാരി ലാലിനെ പറ്റിയിട്ടും 2020 കിട്ടിയിട്ടുള്ള ഇന്ത്യൻ വംശജരെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. ചോദ്യം നോക്കുക. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദ പുലിറ്റ്സർ പ്രൈസ്? ഏറ്റവും ആദ്യം കിട്ടിയിട്ടുള്ള ഇന്ത്യൻ പൗരൻ. NTPC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? ഗോവിന്ദ് ബിഹാരി ലാൽ. ഇനി ഡാഷ് ഇസ് ദ ഫസ്റ്റ് റാപ്പർ ടു വിൻ പുലിറ്റ്സർ പ്രൈസ് ഫോർ മ്യൂസിക്? മ്യൂസിക്കിന് ഏറ്റവും ആദ്യം പുലിറ്റ്സർ പ്രൈസ് കൊടുത്തപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് സാധാരണഗതിയിൽ മെലഡി പാടുന്ന ആളുകൾക്കോ റോക്ക് പാടുന്ന ആളുകൾക്കൊക്കെയാണ് കിട്ടാറ്. അവിടെ ഒരു റാപ്പറിന് ഏറ്റവും ആദ്യം അവാർഡ് കിട്ടി. അത് ആർക്കാണെന്ന് വെച്ചിരിക്കുന്നത്? കെൻഡ്രിക് ലമാറിനാണ് കിട്ടിയിട്ടുള്ളത്. ചില പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തെ പരിചയമുള്ള ആളുകളുണ്ടായിരിക്കും, അല്ലാത്തവർക്ക് ചിലപ്പോൾ കേട്ട് പരിചയം ഉണ്ടാവില്ല. NTPCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ റാൻഡമാണ്, നമുക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല. 937 തൊട്ട് 23 കാറ്റഗറികളിൽ കൊടുത്തു വരുന്ന ഒരു അവാർഡ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്കത് എന്താ പറയുക, ഫോർകാസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ ചോദിക്കാൻ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുഡ് ലീവ്, വിട്ടുകളയുക. അറിയില്ലെങ്കിൽ തൊടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. കാരണം ഇപ്പം നിങ്ങൾ എമിനമിനെ കേട്ട് കാണിരിക്കും, ലമാറിനെ കേട്ട് കാണിരിക്കും, ബാക്കിയുള്ളവരെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ട് കേൾവി ഉണ്ടാവില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മുന്നേ ചോദിച്ചത് കൊണ്ടും നമുക്ക് ഉത്തരം അറിയാവുന്നത് കൊണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഞെട്ടിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. പതറരുത്. അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിടുക. നിങ്ങൾ അറിയില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ 99% ആളുകളും അത് കണ്ടു കാണില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അത്ര കണ്ട് പ്രാധാന്യമേ കൊടുത്തുകൊണ്ട് ഇതെന്നെ ബാധിക്കില്ല, എൻ്റെ മെന്റൽ അല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷനെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ നൈസായിട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കി അടുത്ത പരിപാടി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പുലിറ്റ്സർ പ്രൈസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷമാണ്? 1917. ഇനി പുലിറ്റ്സർ പ്രൈസ് ഈസ് ഗിവൺ ഇൻ ദ ഫീൽഡ് ഓഫ്, ഏത് ഫീൽഡിലാണ് കൊടുക്കുക വേണമെങ്കിൽ ചോദിക്കാം. ഏത് ഫീൽഡാണ്? ജേർണലിസം അല്ലെ. അപ്പൊ അതും ഓക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ 3 അവാർഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരം അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയുള്ള ഫാക്ടുകൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡ് അല്ലെ. അപ്പൊ സാഹിത്യ മേഖലയിൽ ഒരു സാഹിത്യകാരന് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് അവാർഡ് അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഏത് വർഷമാണ് കൊടുത്തു തുടങ്ങിയത്? 961 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. നമ്മുടെ 8ാമത്തെ പട്ടികയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകൾക്കാണ്, അല്ലെങ്കിൽ ആ ഭാഷകളിൽ എഴുതിയിട്ടുള്ള കൃതികൾക്കാണ് കൊടുക്കുന്നത്. അതിന്റെ പുറമെ ഇന്ത്യൻ കൊടുക്കും, ഇംഗ്ലീഷിനും കൊടുക്കും. 8ാമത്തെ ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകൾക്കും ഇംഗ്ലീഷിനും കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ്. ഇംഗ്ലീഷിലുമുള്ള സാഹിത്യകൃതികൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 961 മുതൽ. അപ്പോൾ വർഷങ്ങൾ ഇങ്ങനെ കൂടി വരും, മറന്നു പോരുത്. 901 എന്തിനു കിട്ടി? നോബൽ സമ്മാനം ആരംഭിച്ചു. 954 ഭാരതരത്ന ആരംഭിച്ചു. 917 പുലിറ്റ്സർ പ്രൈസ് കൊടുത്തു തുടങ്ങി. 961 എന്ത് കൊടുത്തു? ജ്ഞാനപീഠ പുരസ്കാരം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഇനി ജി ശങ്കരക്കുറുപ്പ്, നമ്മുടെ മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിനാണ് ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഏറ്റവും ആദ്യം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാപൂർണ ദേവി എന്ന് പറയുന്ന ബംഗാളി നോവലിസ്റ്റിനാണ് ഏറ്റവും ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ആശാപൂർണ ദേവി എന്ന് പറയുന്ന ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആശാപൂർണ ദേവി എന്ന് പറയുന്ന വനിതയ്ക്കാണ് ഏറ്റവും ആദ്യമായിട്ട്
അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കിട്ടിയ വനിത ആരെന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവിയാണ്. ബംഗാളി നോവലിസ്റ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ ഒരാൾക്ക് മാത്രമേ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അത് ആർക്കാണ്? അമിതാവ് ഘോഷിനാണ്. അപ്പൊ അമിതാവ് ഘോഷ് ഇസ് ദി ഓൺലി റൈറ്റർ ഹു ഗോട്ട് അവാർഡ് ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതിയതിന് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു എഴുത്തുകാരനേ ഉള്ളൂ. അതാരാണ്? അമിതാവ് ഘോഷ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കഴിഞ്ഞോ? ഇല്ല. അവാർഡിനകത്ത് എന്തൊക്കെയാണുള്ളത്? പ്രശസ്തി പത്രം ഉണ്ടായിരിക്കും, സമ്മാനത്തുക ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും, ആൻഡ് സരസ്വതി ദേവിയുടെ ഒരു ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൾപ്ചറും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു തുക, ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? സരസ്വതി ദേവിയുടെ ഒരു ബ്രോൺസ് കൊണ്ടുള്ള ഒരു പ്രതിമ ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു പ്രശസ്തി പത്രവും ഉണ്ടായിരിക്കും. ഇനി റീസെന്റ് വിന്നേഴ്സിനെ കൂടെ ഒന്ന് നോക്കി വെക്കുക. 57ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2022 കിട്ടിയത് ദാമോദർ മൗസോക്കിയാണ്. കൊങ്കണി ഭാഷയിലുള്ള ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കൊങ്കണി ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതുന്നത്. 2023 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് കിട്ടിയത്. അതിലൊന്ന് രാമഭദ്രാചാര്യ എന്ന് പറയുന്ന സംസ്കൃത എഴുത്തുകാരനും ഗുൽസർ എന്ന് പറയുന്ന ഉറുദു എഴുത്തുകാരനുമാണ് കിട്ടിയത്. ഗുൽസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ നേരത്തെ സുബലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗുൽസറിനെ നിങ്ങൾ ഓർത്തിരിക്കുക. ഗുൽസറിനെ നിങ്ങൾക്ക് ഇനി ഓസ്കാർ പഠിക്കുന്ന സമയത്ത് ഗുൽസറിനെ കാണാൻ പറ്റും. പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരാളാണ് ഗുൽസർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ആണ്, സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്ന വ്യക്തിയാണ്, കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. ഉറുദു ഭാഷയ്ക്ക് ഉള്ള അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിനാണ് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. ആൻഡ് ഏറ്റവും അവസാനം 2024 കിട്ടിയത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഹിന്ദി ഭാഷയിലുള്ള ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഹിന്ദി ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതികൾക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മലയാളത്തിന് എനിക്ക് തോന്നുന്നു 6 പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. മലയാള ഭാഷയിലുള്ളവർക്ക് 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഈസ് ദ ഇന്ത്യസ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ്? ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരം. അത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള, RRBയുടെ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് ജ്ഞാനപീഠ പുരസ്കാർ അല്ലെങ്കിൽ ജ്ഞാനപീഠ അവാർഡ്? ആരാണ്? ജി ശങ്കരകുറുപ്പ്. ഓക്കെ, ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു, അതാണ് ഞാൻ പറയാത്തത്. NTPCക്കാണ്. ഇനി ജ്ഞാനപീഠ അവാർഡ് കണ്ടെയ്ൻസ് ക്യാഷ് പ്രൈസ് അലോങ് വിത്ത് ബ്രോൺസ് റിപ്ലിക്ക ഓഫ് ഏത് ദേവിയുടെയാണ്? സരസ്വതി ദേവിയുടെ പ്രതിമയാണ് കൊടുക്കുന്നത്. ഇനി ഹു വാസ് ഓണേർഡ് വിത്ത് ദ 59th ജ്ഞാനപീഠ അവാർഡ് ഫോർ ഇയർ 2024? ഇത് എക്സ്പെക്ടഡ് ക്വസ്റ്റൻ ആണ്, ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. ആർക്കാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ ജ്ഞാനപീഠ പുരസ്കാരം വരെ നമ്മൾ പഠിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 1/4 ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മുടെ എളുപ്പമാണ് എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക അവാർഡ്സ് നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ളതിലൊക്കെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുന്ന പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ഇന്റർനാഷണൽ അവാർഡാണ്. എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഓസ്കാർ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഒരു അവാർഡാണ് ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അവാർഡാണ്. അതിന്റെ പറ്റിയിട്ടുള്ള ഏതാനും ഫാക്റ്റുകളൊന്ന് അറിഞ്ഞിരിക്കുക. ഓസ്കാർ അവാർഡ് ഏറ്റവും ആദ്യം കൊടുത്തു തുടങ്ങുന്ന വർഷം 1929. ഓക്കെ, അപ്പൊ അതും കൂടെ ഒരു വർഷമായിട്ട് അങ്ങ് ആഡ് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇത് ആനുവലി ആണ് കൊടുക്കുന്നത്. വർഷാവർഷം ഓസ്കാർ കിട്ടും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൊടുക്കുന്നതായിരിക്കും. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അഥവാ അംപാസ് എന്ന് പറയുന്ന അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള, ഹോളിവുഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അക്കാഡമിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അക്കാഡമി അവാർഡ്സ് കൊടുക്കുന്നത്. ഓസ്കാറിന് അക്കാഡമി അവാർഡ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്തിനാണ് കൊടുക്കുന്നത്? ഇൻ റെക്കഗ്നിഷൻ ഓഫ് എക്സലൻസ് ഇൻ സിനിമാറ്റിക് അച്ചീവ്മെന്റ്സ്. സിനിമയിലുള്ള അച്ചീവ്മെന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത്. വോട്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. 1929 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. 1929. അപ്പോൾ 1901 നൊബേൽ കൊടുത്തു തുടങ്ങിയത്. രണ്ടാമത് നമ്മൾ പഠിച്ച ഏതാണ്? നൊബൽ പ്രൈസിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഭാരത് രത്ന കൊടുത്തു തുടങ്ങിയത് ഏത് വർഷമാണ്? ഭാരത് രത്ന കൊടുത്തു തുടങ്ങിയത് 1954. അതിനുശേഷം നമ്മൾ പുലിറ്റ്സർ പ്രൈസ് പഠിച്ചു, 1917 കൊടുത്തു തുടങ്ങിയത് അല്ലെ. അങ്ങനെ ഇപ്പൊ ഓസ്കാർ കൊടുത്തു തുടങ്ങുന്ന ഏത് വർഷമാണ്? 1929 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഇറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ഓഫ് 4 മേജർ ആനുവൽ അമേരിക്കൻ എന്റർടൈൻമെന്റ് അവാർഡ്സ്. അപ്പൊ അമേരിക്കയിൽ പ്രധാനപ്പെട്ട 4 അവാർഡുകളുണ്ട്. ഈ അവാർഡുകളൊക്കെ നിങ്ങൾ പഠിക്കേണ്ട അവാർഡ്സ് ആണ് കേട്ടോ. ഇതിന്റെ കറണ്ട് അഫയർ ആണ് പഠിക്കേണ്ടത്. ഇതിന്റെ ഏറ്റവും അവസാനം എമി അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തി ആരാണ്? ടോണി അവാർഡ് കിട്ടിയിട്ടുള്ള ആരാണ്? ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുള്ള ആരാണ്? ഇതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കറണ്ട് അഫയറിൽ. സോ എന്റർടൈൻമെന്റ് മേഖലകളിൽ പല സ്ട്രീംസിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. സിനിമയ്ക്ക് കൊടുക്കുന്നതാണ് ഓസ്കാർ അല്ലെ. ടെലിവിഷൻ സീരീസുകൾ നമുക്കറിയാം, അമേരിക്കയിലുള്ള HBO അതുപോലുള്ള ചാനലുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ നമ്മൾ ടെലിവിഷൻ സീരീസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടെലിവിഷൻ സീരീസിൽ കൊടുക്കുന്ന അവാർഡ്സിനെയാണ് നമ്മൾ എമ്മി അവാർഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ.
ടോണി അവാർഡ്സ് എന്ന് പറയുന്നത് തിയേറ്ററിന് കൊടുക്കുന്ന അവാർഡ്സ് ആണ്. ഗ്രാമി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിന് കൊടുക്കുന്ന അവാർഡ്സ് ആണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാറ്റഗറി ഓഫ് അവാർഡ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ അവാർഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഓസ്കാർ. ഓസ്കാറിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, സ്റ്റാറ്റിക് GK ഏരിയയിൽ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ആദ്യം ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത് എമിൽ ജേനിങ്സ് എന്ന് പറയുന്ന ഒരു നടനാണ്. ഏറ്റവും ആദ്യം ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിൽ ജാനിങ്സ് എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹത്തിന് ദ ലാസ്റ്റ് കമാൻഡ് ആൻഡ് ദ വേ ഓഫ് ഓൾ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പടങ്ങൾക്ക്, വർഷം ഇറങ്ങിയിട്ടുള്ള 2 പടങ്ങൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഇനി ഇന്ത്യൻ സിനിമയും ഓസ്കാറും, ഇന്ത്യൻ സിനിമയ്ക്ക് ഏതൊക്കെ പടങ്ങൾക്കാണ് ഓസ്കാർ കിട്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ ഏതൊക്കെ പടങ്ങളാണ് ഓസ്കാർ നോമിനേഷന് പോയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഓസ്കാർ കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാനു അഥയ്യ എന്ന് പറയുന്ന പുള്ളിക്കാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ ഓസ്കാർ കിട്ടുന്നത്. ഏത് പടത്തിനാണ്? ഗാന്ധി എന്ന് പറയുന്ന സിനിമയിൽ 1982 അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു ആര്? ഭാനു അഥയ്യ. അതിനാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ഓസ്കാർ ലഭിച്ചത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയൊക്കെ ഓപ്ഷനകത്ത് കാണും. നേരെ പോയി കുത്തരുത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇന്ത്യക്കാർക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് ആർക്കാണ്? ഭാനു അഥയ്യ എന്ന് പറയുന്ന പുള്ളിക്കാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടാണ് കിട്ടിയത്. അവർക്ക് ഗാന്ധി എന്ന് പറയുന്ന സിനിമയിൽ ബെൻ കിങ്സ്ലി എന്ന് പറയുന്ന നടൻ അഭിനയിച്ച, ബെൻ കിങ്സ്ലിക്കാണ് 1982 ഗാന്ധി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓസ്കാറും കിട്ടുന്നത്. മികച്ച നടനുള്ള അവാർഡും കിട്ടുന്നത് ആ പടത്തിന് തന്നെയാണ്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയുള്ള ഒരു പടമാണ് ഗാന്ധി. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പടം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി രണ്ടാമത് 92 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സത്യജിത്ത് റായ്, നിങ്ങൾ എല്ലാവരും കേട്ടുള്ള ഒരു വ്യക്തിയാണ് സത്യജിത്ത് റായ് എന്ന് പറയുന്നത്. എന്തിന്? സത്യജിത്ത് റായുടെ പല പടങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല ടെക്നിക്സും അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും അദ്ദേഹത്തിന്റെ പല വേ ഓഫ് മേക്കിങ്ങും ഹോളിവുഡ് ഡയറക്ടേഴ്സ് പോലും കടമെടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. സിനിമ ആരാധകർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സത്യജിത്ത് റായ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ, അദ്ദേഹത്തിന് സിനിമ ഫീൽഡിൽ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ എല്ലാം മാനിച്ചുകൊണ്ട് ഓസ്കാർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് ആർക്ക് കൊടുക്കുന്നുണ്ട്? സത്യജിത്ത് റായ് കൊടുക്കുന്നുണ്ട് 92. ഇതിന് ശേഷമാണ് ആർക്ക് കിട്ടുന്നത്? AR റഹ്മാന് കിട്ടുന്നത്. AR റഹ്മാന് 2 അക്കാഡമി അവാർഡ്സ് ആണ് കിട്ടുന്നത്. ഒന്ന് ഒറിജിനൽ സോങ് കാറ്റഗറിയിൽ സ്ലം ഡോഗ് മില്യണയർ എന്ന് പറയുന്ന സിനിമ 2009 സ്ലം ഡോഗ് മില്യണയറിലെ ഒറിജിനൽ സ്കോർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജയ് ഹോ എന്ന് പറയുന്ന പാട്ടിനാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആരുടെ കൂടെയാണ് കിട്ടുന്നത്? ഗുൽസാറിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗുൽസാറിന് നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചതാണ് അല്ലെ? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഉറുദു എഴുത്തുകാരനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ ഗുൽസാറിനെ പറ്റി പഠിച്ചു. ഓസ്കാറിനകത്തും ആരുണ്ട്? ഈ ഗുൽസാറുണ്ട്. ജയ് ഹോ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹമാണ് രചിച്ചത്. ഇനി ഇന്ത്യൻ നോമിനേഷൻ, ഇന്ത്യയിൽ നിന്നും ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പടങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1957 മദർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്കുമാറൊക്കെ അഭിനയിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പടമാണ് 1957 മദർ ഇന്ത്യ. ഇത് ഓസ്കാർ നോമിനേഷന് പോയിട്ടുള്ള ഒരു പടമാണ്, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. 1988 സലാം ബോംബെ എന്ന് പറയുന്നിട്ടുള്ള ഒരു പടം, അത് ഈ പറഞ്ഞ പോലെ ഒരു അമേരിക്കയിൽ ബ്രോട്ടപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള, ഇന്ത്യയിൽ നിന്ന് ജനിച്ച് ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സിറ്റിസൺ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ലേഡി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പടമാണ് സലാം ബോംബെ. എല്ലാവരും കാണേണ്ടതാണ്. സ്ലം ഡോഗ് മില്യണയറിന് മുന്നേ ബോംബെയിലെ സ്ലംസിനെ പറ്റിയിട്ട് അവിടുത്തെ ജീവിതം, അവിടുത്തെ കുട്ടികളുടെ ജീവിതത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പടമാണ് സലാം ബോംബെ എന്ന് പറയുന്നത്. 2001 ലഗാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അമീർ ഖാൻ അഭിനയിച്ചിട്ടുള്ള ലഗാൻ. 22 ദ ലാസ്റ്റ് ഫിലിം ഷോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗുജറാത്തി ഭാഷയിലുള്ള പടം, ബാക്കി 3 ഹിന്ദിയാണ്. ലാസ്റ്റ് ഫിലിം ഷോ എന്ന് പറയുന്ന ഗുജറാത്തി ഭാഷയിലുള്ള പടം എന്ത് ചെയ്തിട്ടുണ്ട്? ഓസ്കാർ നോമിനേഷൻ ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള പടങ്ങളാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി 2022 ഓസ്കാർ, 95ാമത്തെ ഓസ്കാർ, 2022 പടങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നിട്ടുള്ള ഓസ്കാർ ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നു. നമ്മളെല്ലാവരും ലൈവായിട്ട് TV കണ്ടിട്ടുള്ളതാണ്. MM കിരവാണി എന്ന് പറയുന്ന മ്യൂസീഷ്യനും അതുപോലെ തന്നെ ചന്ദ്രബോസ് എന്ന് പറയുന്ന ലിറിസിസ്റ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? ബെസ്റ്റ് ഒറിജിനൽ സോങ് നാട്ട് എന്ന് പറയുന്ന പടത്തിനകത്ത്, അല്ലെങ്കിൽ ആ പാട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓസ്കാർ കിട്ടുന്നുണ്ട്. RRR എന്ന് പറയുന്ന പടത്തിനകത്ത്. അത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കാര്യമായിട്ടുള്ള എക്സാംസ് ഒന്നും RRB നടത്തിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും ALP പരീക്ഷയും ടെക്നീഷ്യൻ പരീക്ഷയും, പക്ഷേ അതിനകത്തൊക്കെ ജനറൽ അവയർനെസ്സിന് ചോദ്യങ്ങൾ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന NTPCക്കും ഗ്രൂപ്പ് ഡിക്കൊക്കെ ഇതിനകത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ 2022 അല്ലെങ്കിൽ ഇതായിരിക്കും ചോദ്യം വരാം. 95ാമത്തെ ഓസ്കാർ, 96ാമത്തെ ഓസ്കാർ എന്നൊക്കെയായിരിക്കും ചോദ്യം വരാം. തെറ്റിക്കരുത്. 95ാമത്തെ ഓസ്കാറിന്റെ വേളയിൽ MM കിരവാണി അതുപോലെ തന്നെ ചന്ദ്രബോസ് എന്ന് പറയുന്ന 2 ആളുകൾക്ക്, 2 മ്യൂസീഷ്യൻസിന് അവാർഡ് കിട്ടിയത് ഏത് പാട്ടിനാണ്? നാട്ട്. ഏത് പടത്തിനാണ്? RRR. ഓക്കെ. രണ്ടാമത് അധികം ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ അധികം ചർച്ചയാവാതെ പോയ ഒരു ഡോക്യുമെന്ററി പടമാണ്
ചെറിയ ഷോർട്ട് സബ്ജക്റ്റിൽ എലിഫന്റ് വിസ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി നിങ്ങൾ കാണേണ്ട ആളുകളാണ്, കാണേണ്ട ഒരു ഡോക്യുമെന്ററി ആണത്. ഈ പറയുന്ന കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അതിന് 2 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓസ്കാർ കിട്ടിയിട്ടുണ്ട് ആ ഡോക്യുമെന്ററിക്ക്. അതാരൊക്കെയാണ്? കാർത്തികി ഗോൺസാൽവസിനും ഗുനീത് മോങ്ക എന്ന് പറയുന്ന 2 കൂട്ടർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനു വേണ്ടി ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പേരുകൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി 2024ലെയും 2023ലെയും 96, 97 ഓസ്കാർ വേദികളിൽ കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? ബെസ്റ്റ് ഫിലിം ഏതാണ്, ബെസ്റ്റ് ഡയറക്ടർ ഏതാണ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, 4 കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇത്രയെങ്കിലും ചുരുങ്ങിയത് പഠിച്ചു പോകണം. ഈ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പഠിച്ചു പോവുക. ഇത്രയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചു പോകണം. ബെസ്റ്റ് ഫിലിം അനോരയാണ്, എഴുതിയിട്ടുള്ളത് ഷോൺ ബേക്കർ ആണ്. അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡും കിട്ടിയത്. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് അഡ്രിയാൻ ബ്രോഡിക്കാണ്, ബ്രൂക്ക്ലിസ്റ്റ് എന്ന് പറയുന്ന പടത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് മൈക്കി മാഡിസൺ, അനോറ എന്ന് പറയുന്ന പടത്തിൽ നടിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനോറ എന്ന് പറയുന്ന പടം 2024 ബെസ്റ്റ് നടി, ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് ഫിലിം 3 കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. 23 ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഓപ്പൻഹൈമർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കിലിയൻ മർഫി അഭിനയിച്ചിട്ടുള്ള ഓപ്പൻഹൈമർ ക്രിസ്റ്റഫർ നോളന്റെ പടമാണ്. ബെസ്റ്റ് ഡയറക്ടർ നോളൻ തന്നെയാണ്. ബെസ്റ്റ് ആക്ടർ കിലിയൻ മർഫിയാണ്. ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് എമ്മ സ്റ്റോണിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചോദ്യങ്ങൾ നോക്കാം. ദ പ്രസ്റ്റീജിയസ് ഓസ്കാർ അവാർഡ് സെറിമണി ഈസ് ഹെൽഡ് എവറി ഇയർ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? എവിടെയാണ്? അമേരിക്കയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിലിംസ് വാസ് നോട്ട് നോമിനേറ്റഡ് ഫോർ എൻ ഓസ്കാർ അവാർഡ്? ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടാത്ത പടം ഏതാണ്? സലാം ബോംബെ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്, ലഗാൻ ആണ്, മദർ ഇന്ത്യ ആണ്, കർമ്മ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. NTPC ചോദിച്ച ചോദ്യമാണ്. ഇനി വിച്ച് ഇന്ത്യൻ വോൺ ദ അക്കാഡമി അവാർഡ് ഇൻ 1982 ഫോർ കോസ്റ്റ്യൂം ഡിസൈൻ? ആർക്കാണ് കിട്ടിയത്? ഭാനു അത്തിയ എന്ന് പറയുന്ന ലേഡിക്കാണ് കിട്ടിയത്. ഏത് പടത്തിനാണ്? ഗാന്ധി എന്ന് പറയുന്ന പടത്തിന്. 1982 ഗാന്ധി എന്ന് പറയുന്ന പടത്തിന് കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനാണ് അവാർഡ് കിട്ടിയത്. ഇനി നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എൻ ഓസ്കാർ? ഓസ്കാർ കിട്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാനു അത്തിയ. ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് എൻ ഓസ്കാർ ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ്? ആർക്കാണ്? സത്യജിത്ത് റായിക്കാണ്. ചോദ്യം വരാം. റസൂൽ പൂക്കുട്ടി വോൺ ഓസ്കാർസ് ഫോർ ദ മൂവി സ്ലം ഡോഗ് മില്യണയർ ഇൻ ദ കാറ്റഗറി ഓഫ്? അപ്പൊ സ്ലം ഡോഗ് മില്യണയറിന് മലയാളിയായിട്ടുള്ള റസൂൽ പൂക്കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവാർഡ് കിട്ടിയിട്ടുണ്ട്, അല്ല ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. അത് ഏത് കാറ്റഗറിക്കാണ്? ബെസ്റ്റ് ഒറിജിനൽ സ്കോറിനാണോ? അല്ല. ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനാണോ? അല്ല. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിനാണോ? അല്ല. എന്തിനാണ്? ബെസ്റ്റ് സൗണ്ട് മിക്സിംഗ് ആണ്. ആ സമയത്ത് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് മിക്സിംഗിന്റെ ടെക്നോളജി ആയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ കോലൊക്കെ പിടിച്ച് നടക്കുന്നത് പലരും കണ്ടു കാണിരിക്കും. സൗണ്ട് മിക്സിംഗ് ടെക്നോളജിക്ക്, സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്ന ടെക്നോളജിക്കാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? ഓസ്കാർ കിട്ടുന്നത്. മറ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ദ ഇന്ത്യൻ ടു റിസീവ് എൻ ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് ഒറിജിനൽ സോങ് ലിറിക്സ് ഇൻ 2023? അപ്പം ബെസ്റ്റ് ഒറിജിനൽ സോങ് ലിറിക്സിനും അതുപോലെ തന്നെ മ്യൂസിക്കിനും അവാർഡ് ഇന്ത്യക്കാരനാണ് കിട്ടിയത്. ലിറിക്സിന് കിട്ടിയത് ആർക്കാണ്? ലിറിക്സിന് കിട്ടിയത് ചന്ദ്രബോസിനാണ്. തെറ്റിക്കരുത്. ആരും ഉണ്ടാവും? MM കിരവാണി ഓപ്ഷനകത്ത് ഉണ്ടാവും. MM കിരവാണിക്ക് കിട്ടിയത് എന്തിനാണ്? മ്യൂസിക്കിനാണ്. ലിറിക്സിന് കിട്ടിയത് ആർക്കാണ്? ചന്ദ്രബോസിനാണ്. MM കിരവാണി വോൺ ഓസ്കാർസ് ഫോർ ദ മൂവി RRR ഇൻ ദ കാറ്റഗറി ഓഫ്? അപ്പൊ MM കിരവാണിക്ക് എന്തിനാണ് കിട്ടിയത്? ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നുള്ള കാറ്റഗറിക്കാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ 5 പുരസ്കാരങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 5ാമത്തെ പുരസ്കാരമായിട്ടുള്ള ഓസ്കാർ അവാർഡ് വരെയുള്ളത് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങളെ പറ്റിയിട്ടാണ്, പത്മ അവാർഡ്സിനെ പറ്റിയിട്ടാണ്. ഭാരത് രത്ന കഴിഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും എന്താ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ബഹുമാനം ലഭിക്കുന്ന ഒരു അവാർഡാണ് പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. പത്മ പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 3 കാറ്റഗറിയാണുള്ളത്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അപ്പൊ ഈ 3 പുരസ്കാരങ്ങളും അത് കിട്ടിയിട്ടുള്ള എല്ലാവരെയും പറ്റി പഠിച്ചെടുക്കൽ എളുപ്പമാണോ? അല്ല. കാരണം പത്മശ്രീയൊക്കെ 100 ചില ആളുകൾക്കാണ് ഒരു വർഷം കൊടുക്കുന്നത്. അപ്പൊ അത്രയും പേരെ പറ്റി പഠിക്കാൻ പറ്റില്ല. പത്മവിഭൂഷൺ നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം, അല്ലെ? പത്മവിഭൂഷൺ കിട്ടുന്ന ആളുകളെ പറ്റി ഒരു വർഷം 5 പേർക്കാണ് കിട്ടുന്നത്. അപ്പൊ അവരുടെ പേര്, അവരെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് ഏതാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് ചുരുങ്ങിയത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പത്മ അവാർഡ്സ്. പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് it is one of the highest civilian honors of India, announced annually on the eve of Republic Day. Republic Day ക്കാണ് ഈ പുരസ്കാരം അനൗൺസ് ചെയ്യുന്നത്. വർഷം ഈ അവാർഡ് കൊടുക്കും. 954 തൊട്ട് തന്നെയാണ് ഈ അവാർഡുകളും കൊടുക്കുന്നത്. ഭാരതരത്ന കൊടുത്തു തുടങ്ങിയ അതേ വർഷം തന്നെയാണ് പത്മ അവാർഡ്സും കൊടുക്കുന്നത്. The later had 3 classes. ഏതിനാണ്? പത്മവിഭൂഷൺ എന്ന് പറയുന്നത് 3 classes ഉണ്ട്. പെഹ്ലെ വർഗ്, ദൂസര വർഗ് ആൻഡ് തീസര വർഗ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ. They were subsequently renamed as Padma Vibhushan, Padma Bhushan and Padmasri by presidential notification issued on January 8, 1955. 954 വന്നപ്പോൾ അതിനെ പത്മവിഭൂഷന്റെ
പഹല വർഗ്, ദൂസര വർഗ്, അങ്ങനെ ക്ലാസ്സുകളായിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നീട് ആ ക്ലാസിഫിക്കേഷൻ വേണ്ട, നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഈ പറഞ്ഞ ഒട്ടുമിക്ക അവാർഡുകളിൽ ഏറ്റവും ആദ്യം ഒരു ക്ലാസ് ലെവലിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിരുന്നത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിന് മറ്റ് പേരുകളിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വനാഥൻ ആനന്ദാണ്. ചെസ് മാസ്റ്റർ ആയിട്ടുള്ള വിശ്വനാഥൻ ആനന്ദനാണ് ഒരു സ്പോർട്സ് പേഴ്സണിൽ ഏറ്റവും ആദ്യം പത്മ പുരസ്കാരം ലഭിക്കുന്ന സ്പോർട്സ് പേഴ്സൺ എന്നുള്ളത് ഓർത്തിരിക്കുക. ഫസ്റ്റ് മ്യൂസീഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മി. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭാരത് രത്ന ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മ്യൂസീഷ്യനും ആര് തന്നെയാണ്? MS സുബ്ബലക്ഷ്മി തന്നെയാണ്. ഭാരത് രത്ന ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. എന്നാൽ പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെസ് കളിക്കാരനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദ്. ഇനി 2025-ലെയും 2024-ലെയും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകളുടെ പേര് പട്ടികയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. 25-ല് ദുവൂർ നാഗേശ്വര റെഡ്ഡിക്കാണ് മെഡിസിന് കിട്ടിയിട്ടുള്ളത്. ജഗദീഷ് സിംഗ് കെക്കറിനാണ് പബ്ലിക് അഫയേഴ്സിന് കിട്ടിയിട്ടുള്ളത്. കുമുദിനി രജനീകാന്ത് ലക്കിയയ്ക്കാണ് ആർട്ടിന് കിട്ടിയിട്ടുള്ളത്. ഇത് ചോദ്യം വരാം. ആർട്ടിൽ നിന്ന് ആളുകളെയൊക്കെ പ്രത്യേകിച്ച് RRB, SSC പോലുള്ള എക്സാംസിന് ചോദ്യം ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ താഴെ തന്നിരിക്കുന്നതിൽ പ്രശസ്തയായിട്ടുള്ള ഈ പറയുന്ന കഥക് നർത്തക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമുദിനി രജനീകാന്ത് ലക്കിയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇനി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ആർട്ട് വയലിൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന MT വാസുദേവൻ നായർ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ പത്മവിഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചാണ്. അദ്ദേഹം ഈ അടുത്ത് മരണമടയുകയും ചെയ്തതാണ്. അപ്പോൾ ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. പത്മവിഭൂഷൺ 2024 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയന്തിമാല ബാലി ആർട്ടിന് കിട്ടിയിട്ടുള്ളതാണ്. അവരെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഇവിടെ എഴുതാത്തത്. അതുപോലെ തന്നെ ജഗോണ്ടിയല ചിരഞ്ജീവി, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ചിരഞ്ജീവിനെ പറ്റിയിട്ട്. വെങ്കയ്യ നായിഡു നിങ്ങൾക്ക് അറിയാവുന്നതാണ് പബ്ലിക് അഫയേഴ്സിനകത്ത്. ഇനി ബിന്ദേശ്വർ പതക് സോഷ്യൽ വർക്കിന് കിട്ടിയിട്ടുള്ളതാണ്. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യത്തിനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ആർട്ട് കേന്ദ്രീകരിച്ച് കിട്ടിയിട്ടുള്ളതാണ്. ഇത്രയും ആളുകൾക്കാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 24-ലും 25-ലുമായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള 5 പേർക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പത്മഭൂഷണും പത്മശ്രീയും പഠിച്ചു പോലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാനത് അതിനെപ്പറ്റി പറയാത്തത്. അറിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് ലിസ്റ്റൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റുന്നവരെ സമയമുണ്ടെങ്കിൽ മാത്രം നോക്കുക. കാരണം ഇതിനകത്ത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എത്രത്തോളം ഇതിനകത്ത് വേണം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സംഭവം പഠിക്കാനിരിക്കാനായിട്ട്. പത്മവിഭൂഷൺ അങ്ങനെയല്ല, 5 പേരേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്ന ആൾക്കും ചോദ്യകർത്താവും നോക്കുമ്പോൾ പത്മശ്രീ എന്നൊരു ചോദ്യം ഇടണമെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തിട്ട് വേണമല്ലോ ചോദ്യം ഇടാൻ തോന്നും. പത്മവിഭൂഷൺ അങ്ങനെയല്ല, 5 പേരല്ലേ, 5 പേരൊന്ന് ചോദ്യം ഇടാൻ സാധ്യതയുണ്ട്. അപ്പൊ ചോദ്യം ചോദിക്കാൻ പോകുന്ന ആളുടെയും മെന്റാലിറ്റി ആ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഇസ് ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഗീവൺ ഇൻ ഇന്ത്യ? ഏതാണ്? പത്മവിഭൂഷൺ. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ഡാഷ് വാസ് ദ ഫസ്റ്റ് സ്പോർട്സ് പേഴ്സൺ ടു റിസീവ് പത്മവിഭൂഷൺ അവാർഡ്? ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡാഷ് വാസ് ദ ഫസ്റ്റ് മ്യൂസീഷ്യൻ ടു റിസീവ് ദ പത്മവിഭൂഷൺ അവാർഡ്? ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. പത്മ അവാർഡ് മാത്രമല്ല ഭാരത് രത്നയും കിട്ടിയത് ആർക്ക് തന്നെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത അവാർഡ് ഏതാണ്? ഇപ്പൊ നമ്മൾ പത്മ പുരസ്കാരം കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ആനുവലി ലഭിക്കുന്ന ഒരു അവാർഡാണ്. അപ്പൊ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് ഇപ്പോൾ ഒരു പ്രശ്നം, ഒരുപാട് സിനിമാ പ്രവർത്തകരും ഫിലിം ഫീൽഡിലുള്ള പലരും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ അടുത്തും ഒക്കെ പല റിക്വസ്റ്റ് ആയിട്ട് ചെല്ലുന്നുണ്ട്. ഇതേ പേരിലുള്ള ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ദാദാ ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ദാദാ ഫാൽക്കെ വേറെ അവാർഡ്, അങ്ങനെ അവാർഡ് ഈ ഇദ്ദേഹത്തിന്റെ പേരിട്ട് കൊണ്ട് തന്നെ പലരും അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഒറിജിനലി ഉള്ള ഈ അവാർഡിന്റെ ആ ഒരു എന്താ പറയുന്നത്, അതിന്റെ ആ ഒരു പ്രൗഢി നഷ്ടപ്പെടുന്നതായിട്ട് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. നമ്മൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1969 ദാദാ സാഹിബ് ഫാൽക്കെയുടെ ഈ പറഞ്ഞ ജന്മശതാബ്ദിയിൽ തുടങ്ങിയിട്ടുള്ള അവാർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. 69 വർഷം ഓർത്തിരിക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ ആരായിരുന്നു? ഹി വാസ് ദ ഫാദർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊതുവെ അറിയപ്പെടുന്നത്, വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പടങ്ങളൊക്കെ എടുത്ത കാറ്റഗറിയിലൊക്കെ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇനി ആനുവൽ അവാർഡ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ലൈഫ് ടൈം കോൺട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 1969 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന റെസിപ്പന്റ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ഏറ്റവും ആദ്യത്തെ റെസിപ്പന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലേഡിയാണ്. ദേവിക റാണി ചൗധരി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഏറ്റവും ആദ്യത്തെ ഈ പറയുന്ന അവാർഡ് നേടിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ആ മേഖലയിൽ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആ കാലഘട്ടത്തിലെ ഫിലിം ഫീൽഡിൽ അങ്ങേയറ്റം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ആര്? ദേവിക റാണി ചൗധരി.
ഇനി ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു 5 വർഷത്തെ ആളുകളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലാസ്റ്റത്തെ 5 വർഷം എഴുതിയിട്ടുള്ളത്. ചോദ്യം ചോദിക്കാം. അമിതാഭ് ബച്ചൻ വളരെ പോപ്പുലർ ആണ്. അമിതാഭ് ബച്ചന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ വർഷം ചോദിക്കാം, 2018. രജനീകാന്തിന് കിട്ടിയ വർഷം ചോദിക്കാം, 2019. ആശാ പരേഖിന് കിട്ടിയ വർഷം ചോദിക്കാം, 2020. വഹീദ റഹ്മാന് കിട്ടിയ വർഷം ചോദിക്കാം, 2021. മിഥുൻ ചക്രവർത്തിക്ക് 2022 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവർക്ക് ഈ അവാർഡ് കൊടുത്തു വരുന്നതും നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സ് NFA കൊടുക്കുന്ന അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ആനുവലി ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കൊടുത്തു വരുന്നത്. നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുത്തു വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കൊടുത്തു വരുന്നത്. ദേവിക റാണി ചൗധരിക്കും ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ 1969 ഈ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത് ആ വർഷത്തെ നാഷണൽ ഫിലിം അവാർഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഓക്കെ ആണല്ലോ. അവാർഡിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഒരു സ്വർണ്ണ കമൽ, അതായത് ഒരു ഗോൾഡൻ ലോട്ടസ് ഉണ്ട്. പിന്നെ എന്താണ്, ഒരു ഷോള് അല്ലെ, പൊന്നാട എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഷോൾ ഉണ്ടായിരിക്കും. പിന്നെ ക്യാഷ് പ്രൈസ് ആയിട്ട് 10 ലക്ഷം രൂപയും ഉണ്ടായിരിക്കും. 2024 വരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54 പേർക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തിട്ടുള്ളത്. 54 പേർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തിട്ടുള്ളത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡാണ്? സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ മൾട്ടിപ്പിൾ എക്സാംസ് എഴുതിയിട്ടുള്ളത്. ഇനി ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ? NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. ഓക്കെ. ഹു വോൺ ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇൻ 70th NFA? 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് കൊടുക്കുന്ന സമയത്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് കിട്ടുന്നത്? എക്സ്പെക്ടഡ് പോസ്റ്റ് ആണ്, ചോദ്യം ചോദിക്കാം ഇതുപോലെ. ആർക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത്? മിഥുൻ ചക്രവർത്തിക്കാണ്. 2022 അദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്, ബ്രേവറി അവാർഡ്സ്. അപ്പോൾ ബ്രേവറി അവാർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ നമ്മുടെ ഗാലൻട്രി അവാർഡ്സിന്റെ സൈറ്റ്, ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്ന ഈ 6 അവാർഡുകളാണ്. അപ്പൊ ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, കാരണം ഇവരുടെ പേരുകൾ പഠിച്ചു വെക്കൽ എളുപ്പമല്ല. അപ്പൊ അവിടെ തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പരംവീർ ചക്ര നാളിതുവരെ 21 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. മഹാവീർ ചക്ര 213 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. വീർ ചക്ര അത് 1336 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. അശോക ചക്ര 98 പേർക്കും, കീർത്തി ചക്ര 496 പേർക്കും, ശൗര്യ ചക്ര 2142 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചിട്ട് പോലും എളുപ്പമുള്ള കാര്യമല്ല. ഇതെന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇതിലെ ഈ പറഞ്ഞ പരംവീർ ചക്ര, വീർ ചക്രങ്ങളെല്ലാം തന്നെ, വീർ ചക്ര എന്ന പേരിൽ അറിയപ്പെടുന്നതെല്ലാം തന്നെ വാറിന്റെ സമയത്ത് ഈ പറയുന്ന സെൽഫ് സാക്രിഫൈസോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്ന അവാർഡുകളാണ്. മിലിറ്ററി പീപ്പിളാണ് പൊതുവെ ഈ അവാർഡ് കൊടുക്കുന്നത്. എന്നാൽ അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര എന്നുള്ള അവാർഡുകൾ പീസ് ടൈമിന്റെ സമയത്തും ഇത്തരത്തിലുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവനം അനുഷ്ഠിച്ചതിന്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയോ ചെയ്തിട്ടുള്ള അവരുടെ ധൈര്യത്തെ കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന അവാർഡ്സ് ആണ് അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര തുടങ്ങിയ അവാർഡ്സ് എല്ലാം. അപ്പോൾ ഭാരതരത്ന കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് നമ്മുടെ പത്മവിഭൂഷന്റെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അവാർഡ്സ് ആണ് ഈ പറയുന്ന പരമവീർ ചക്രയും അശോക ചക്ര പോലെയുള്ള അവാർഡ്സ് എല്ലാം തന്നെ. പരമവീർ ചക്രയ്ക്ക് ഈക്വലന്റ് ആണ് ആക്ച്വലി അശോക ചക്ര എന്ന് പറയുന്നത്. അല്ലാതെ അത് ഒന്നൊന്നിന് താഴെയോ മുകളിലായിട്ടല്ല നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പരംവീർ ചക്ര എന്ന് പറയുന്നത് യുദ്ധത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധമല്ലാത്ത വാർ ടൈം അല്ലാതെ പീസ് ടൈമിൽ കൊടുക്കുന്ന അവാർഡായിട്ടാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ തന്നെ അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആ എംബ്ലംസും അതിന്റെ നമ്പറും അതിന്റെ പേരുകളുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 6 ഗാലൻട്രി അവാർഡ്സ് ആണ് ബ്രേവറി അവാർഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ പോലെ മിലിറ്ററി ഡെക്കറേഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൊണ്ട് അവിടെ നൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ദ ഹയസ്റ്റ് ഡെക്കറേഷൻ ഓഫ് ഫോർ വാലോർ ഡ്യൂറിംഗ് വാർ ടൈം ഗിവൺ ടു ദ ഇന്ത്യൻ യൂണിഫോംഡ് സോൾജേഴ്സ്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഏതാണത്? പരംവീർ ചക്രയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ശൗര്യ ചക്ര എന്ന് പറയുന്നത് വാർ ടൈം അല്ല. വീർ ചക്രയും മഹാവീർ ചക്രയും പരംവീർ ചക്രയുടെ ഒരു പടി താഴെ നിൽക്കുന്ന അവാർഡാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ. ഇനി ദ അശോക ചക്ര ക്ലാസ് 3 വാസ് റീനെയിംഡ് ആസ് ഡാഷ് ഇൻ 1967. അപ്പൊ അശോക ചക്ര, പരംവീർ ചക്ര, ഈ 2 ചക്രങ്ങളാണ്, 2 അവാർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. പരംവീർ ചക്ര എന്ന് പറയുന്നത് വാർ ടൈമും അശോക ചക്ര എന്ന് പറയുന്നത് പീസ് ടൈമും. പരംവീർ ചക്ര ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നുള്ളതിന് നമ്മൾ മഹാവീർ ചക്ര എന്നും വീർ ചക്ര എന്നും പേരിട്ടു. അതേപോലെ തന്നെ അശോക് ചക്ര ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നുള്ളതിന് ക്ലാസ് 2, ക്ലാസ് 3 എടുത്തു കളഞ്ഞിട്ട് അതിന് എന്ത് കിട്ടു? നമ്മൾ ശൗര്യ ചക്ര എന്നാണ് ഇപ്പം പേരിട്ടിരിക്കുന്നത്. അപ്പം കീർത്തി ചക്ര എന്ന് പറയുന്നത് ക്ലാസ് 2ഉം
ക്ലാസ് 3 എന്ന് പറയുന്നത് ഏതാണ്? ശൗര്യ ചക്രയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ ഇത്രയും അവാർഡ്സ് നമ്മൾ ഇതിനോടകം തന്നെ നമ്മൾ നോക്കി, ബ്രേവറി അവാർഡ്സ് വരെ നമ്മൾ എത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭട്നാഗർ അവാർഡ് എന്ന് പറയുന്ന അവാർഡാണ്. ഭട്നാഗർ അവാർഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്? ഭട്നാഗർ അവാർഡ് എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ച് അപ്ലൈഡ് ഓർ ഫണ്ടമെന്റൽ, താഴെ തന്നിരിക്കുന്ന 7 മേഖലകളിൽ, ശാസ്ത്ര മേഖലയിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പരമോന്നതമായിട്ടുള്ള ഒരു അവാർഡായിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? ഭട്നാഗർ അവാർഡിനെ കൺസിഡർ ചെയ്യാം. സോ അത് ആനുവലി ആണ് കൊടുക്കുന്നത്. 5 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഭട്നാഗർ അവാർഡ് ആനുവലി കൊടുക്കുന്നു. 5 വർഷം എമൗണ്ട് ആണ് അതിന് സമ്മാന തുകയായിട്ട് കൊടുക്കുന്നത്. റിസർച്ച്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ, ഫണ്ടമെന്റൽസ്, എവിടെയൊക്കെ? ബയോളജി സയൻസ്, കെമിക്കൽ സയൻസ്, എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് പ്ലാനറ്ററി സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, മെഡിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. ഇത്രയും ശാസ്ത്ര മേഖലകളിൽ എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തുകയോ അപ്ലിക്കേഷൻ ലെവലിലുള്ള എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന അവാർഡാണ്. 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ വർഷമാണ് അവർക്ക് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഭട്നാഗർ അവാർഡ് എന്നാണ് ഈ അവാർഡിന്റെ പേര്. അപ്പൊ ആരാണ് ഈ ഭട്നാഗർ? ഭട്നാഗർ ആരാണെന്നുള്ളത്, ഈ അവാർഡ് കൊടുക്കുന്ന, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അവാർഡ്സിനും സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റുകളിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ക്ലാസ് കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മളിത് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും നോക്കി പോകുന്നില്ല. ഇപ്പം ഭാരത് രത്ന ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവാർഡ് ഉണ്ട്. പത്മ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. ഗാലൻട്രി അവാർഡ്സിന് ഒരു സൈറ്റ് ഉണ്ട്. ഭട്നാഗർ അവാർഡിന് ഒരു സൈറ്റ് ഉണ്ട്. ആ ഭട്നാഗർ അവാർഡിന്റെ സൈറ്റിനകത്ത് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗറിനെ പറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കമമറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അവാർഡ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആരാണ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ എന്ന് പറയുന്നത്? അദ്ദേഹം CSIR, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ഏറ്റവും ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഒരാളായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, SNT തൊട്ട് ഒരുപാട് പ്രധാനപ്പെട്ട UGC, NRDC, അങ്ങനെ ഒരുപാട് മേഖലകളിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലും അതിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളിലും റിസർച്ച് മേഖലകളിലൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ. അദ്ദേഹത്തിനെ കമമറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവിടുന്ന, ശാസ്ത്ര മേഖലയിൽ കൊടുക്കുന്ന ഒരു പരമോന്നതമായിട്ടുള്ള ഒരു അവാർഡാണ് ഈ പറയുന്ന ഭട്നാഗർ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ ഓർത്തിരിക്കുക. ശാന്തി സ്വരൂപ് ഭട്നാഗർ ആനുവൽ അവാർഡ് ഇസ് ഗിവൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡാണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡാണ്. ഇത് NTPCക്കും ഗ്രൂപ്പ് ഡിക്കും JEEക്കും ALPക്കും 4 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതാണ് മൾട്ടിപ്പിൾ എക്സാംസ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇനി ചോദ്യം വരാൻ സാധ്യതയുള്ള എന്താണ്? ഹു ആംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് വിന്നർ? ഏറ്റവും ആദ്യം അവാർഡ് കിട്ടിയത് ആരാണ്? അത് നിങ്ങൾ ഓർത്തിരിക്കുക. ആരാണ്? KS കൃഷ്ണൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് കിട്ടിയത്. അദ്ദേഹം സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഏതാനും കണ്ടുപിടുത്തങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നത്. ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ഏറ്റവും അവസാനം കിട്ടിയത് KS കൃഷ്ണനാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ബുക്കർ പ്രൈസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു ലിറ്റററി അവാർഡാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അവാർഡും കൂടിയാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബുക്കർ പ്രൈസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ്. എല്ലാ വർഷവും കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഫോർ ദ ബെസ്റ്റ് സിംഗിൾ വർക്ക് ഓഫ് സസ്റ്റെയിൻഡ് ഫ്രിക്ഷൻ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾക്ക് മാത്രമാണ് ഈ അവാർഡ് കിട്ടുന്നത്. ആൻഡ് അതെവിടെ പബ്ലിഷ് ചെയ്യണം? UK-യിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾക്കാണ് ഈ അവാർഡ് പൊതുവെ കൊടുക്കുന്നത്. അരുന്ധതി റോയ് ആണ് ഇന്ത്യയിൽ നിന്നും ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇന്ത്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയ് ആണ്. ഏത് പുസ്തകത്തിനാണ് കിട്ടിയത്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന് 1997 അരുന്ധതി റോയ്ക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ബുക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചുരുക്കി പറയുന്നത്. അരുന്ധതി റോയ് ഏറ്റവും ആദ്യം അവാർഡ് ലഭിക്കുന്ന വ്യക്തിയാണ്. ഏത് പുരസ്കാരം? ബുക്കർ പ്രൈസ്. 1997 ഏത് പുസ്തകത്തിനാണ് ലഭിക്കുന്നത്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്കർ പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? UK-യിലോ അയർലൻഡിലോ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങൾക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതി റോയ് ആണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിന് 1997 ഈ അവാർഡ് ലഭിക്കുന്നത്. മറ്റ് ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിരൺ ദേശായി, പുസ്തകത്തിന്റെ പേര് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് 2006. ആൻഡ് അരവിന്ദ് അഡിഗ എന്ന് പറയുന്ന ഇന്ത്യക്കാരന് ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന പുസ്തകം 2008. ഇങ്ങനെയാണ് മറ്റ് 2 ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുള്ള 2 ആൾക്കാരുടെ പേരും കൂടെ പഠിച്ചു വെക്കുക. 2 വർഷത്തെ കറണ്ട് അഫയറുകളും ചുരുങ്ങി നോക്കണമെന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. 2023 പോൾ ലിഞ്ചിനാണ് പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന പുസ്തകത്തിന് എന്ത് ചെയ്യുന്നത്?
ബുക്കർ പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹം ഒരു അയർലൻഡുകാരനാണ്. 24 സമന്ത ഹാർവിക്കാണ് പുരസ്കാരം കിട്ടുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിക്ക് അവരൊരു UK സിറ്റിസൺ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ ഇതാണ് ബുക്കർ പ്രൈസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ എന്നുള്ളത്. വർഷാവർഷം കൊടുക്കുന്നതാണ്, ഫിക്ഷനാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവാർഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. UK-യിലും അയർലൻഡിലും പബ്ലിഷ് ചെയ്താലാണ് അവാർഡ് കിട്ടുള്ളൂ. ഏറ്റവും ആദ്യം കിട്ടിയത് അരുന്ധതി റായിക്കാണ് 97 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള പുസ്തകത്തിന്. പിന്നീട് കിട്ടിയത് കിരൺ ദേശായി ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് 2006, അരവിന്ദ് അഡീഗ ദ വൈറ്റ് ടൈഗർ 2008. ലാസ്റ്റ് 2 വർഷത്തെ അവാർഡ് എന്ന് പറയുന്നത് 23 പോൾ ലിഞ്ച് പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന പുസ്തകത്തിന്, 24 സമന്ത ഹാർവേ ഓർബിറ്റൽ എന്ന് പറയുന്ന കൃതിക്ക്. ഓക്കെ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്റററി അവാർഡ്? ഏതാണ്? ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇത് ഗ്രൂപ്പ് ഡി 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാൻ ബുക്കർ അവാർഡ് എന്നുള്ളതാണ്. മാൻ ബുക്കർ അവാർഡ്. അപ്പൊ എന്താണ് ബുക്കർ അവാർഡ് അല്ലാതെ മാൻ ബുക്കർ അവാർഡ് എന്ന് പറയുന്നത്? ഇപ്പൊ 2019 വരെ മാൻ എന്ന പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ അവാർഡിന് എന്ത് ചെയ്തിരുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ അവാർഡിന് ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2018 ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യത്തിനകത്ത് മാൻ ബുക്കർ അവാർഡ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. 2019 തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുടെ ആ അതോറിറ്റി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി NTPC വെച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ഫോർ വിച്ച് ബുക്ക് അരുന്ധതി റോയ് വാസ് കൺഫേർഡ് വിത്ത് ദ ബുക്കർ പ്രൈസ്? ഏത് പുസ്തകത്തിനാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി NTPC വെച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ ബുക്കർ പ്രൈസ്? ആരാണ്? അരുന്ധതി റോയ്ക്കാണ് ഏറ്റവും ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്, ബുക്കർ പ്രൈസ് കിട്ടുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വോൺ ദ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ഇൻ ദ ഇയർ 2023? ഇതൊരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന പോൾ ലിഞ്ച് അയർലൻഡുകാരൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിനാണ് 2023 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഹു ഇസ് ദ വിന്നർ ഓഫ് ബുക്കർ പ്രൈസ് 2024 ഫോർ എ ബുക്ക് ടൈറ്റിൽ ഓർബിറ്റൽ? ഓർബിറ്റൽ എന്നുള്ള ബുക്കിന് ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സമന്ത ഹാർവിക്കാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ ബുക്കർ പ്രൈസും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത് ഏതാണ്? റാമൺ മാഗ്സസെ അവാർഡാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഫാക്ടുകൾ നമുക്ക് നോക്കാം. റാമൺ മാഗ്സസെ അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് ഫോർമർ ഫിലിപ്പീനി പ്രസിഡന്റ് ആയിട്ടുള്ള റാമൺ മാഗ്സസയുടെ പേരിലാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഫിലിപ്പീനി പ്രസിഡന്റ് ആയിട്ടുള്ള റാമൺ മാഗ്സസയുടെ പേരിലാണ് ഈ അവാർഡ് കൊടുത്തു വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഇത് അറിയപ്പെടുന്നത് പൊതുവെ എങ്ങനെയാണ്? നോബൽ പ്രൈസ് ഓഫ് ഏഷ്യ. ഏഷ്യയുടെ നോബൽ പ്രൈസ്. PSC ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാമൺ മാഗ്സസെ അവാർഡാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. 6 കാറ്റഗറികളിലാണ് ഈ അവാർഡ് കൊടുത്തു വന്നിരുന്നതെന്നുണ്ടെങ്കിലും 2008 ശേഷം ഏതാണ് ഒറ്റ കാറ്റഗറി മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ അവാർഡ് കൊടുക്കുന്നുള്ളൂ. അതിന് മുന്നേ 6 കാറ്റഗറികളായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അവാർഡ് 2008 ശേഷം ഒറ്റ കാറ്റഗറിയിലേ കൊടുക്കുന്നുള്ളൂ. അതാണ് എമർജന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ. ഇനി ഈ അവാർഡും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 958 ഈ അവാർഡ് ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കുന്നത്. 958 ഈ അവാർഡ് ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കുന്നത്. 958 ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ വിന്നർ എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു. ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് ഏറ്റവും ആദ്യത്തെ ഈ പറഞ്ഞ റാമൺ മാഗ്സസെ അവാർഡിന്റെ വിന്നർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ആദ്യം ഈ പറയുന്ന പോലെ സമ്മാനം ലഭിച്ചിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. അപ്പൊ MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി കിട്ടും. ഏറ്റവും ആദ്യം ഭാരതരത്ന ലഭിച്ചിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഏറ്റവും ആദ്യം പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഏറ്റവും ആദ്യം റാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ള മ്യൂസീഷ്യൻ ആരാണ്? MS സുബ്ബലക്ഷ്മി തന്നെയാണ്. ഓക്കെ. അപ്പൊ 3നും ഒരു ഉത്തരമാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചു. ഇനി റീസെന്റ് ഇയേഴ്സിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ, ഇപ്പൊ എല്ലാ വർഷവും ഇന്ത്യക്കാർക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാര് അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ 2016 ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ബസ്വാദ വിൽസൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി തൊടൂർ മദബുസി കൃഷ്ണ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കർണാട്ടിക് മ്യൂസീഷ്യനാണ്. അവർക്ക് 2016 അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2018 അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭാരത് വധ്വാണിയും അതുപോലെ തന്നെ സോനം വാങ്ചുക്കും. രവീഷ് കുമാറിന് 2019 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡോക്ടർ രവി കണ്ണന് 2023 ഏറ്റവും അവസാനം അവാർഡ് ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രവി കണ്ണനാണ്. അദ്ദേഹം ഒരു ഓൺകോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിനാണ് 2023 അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 ഈ പറഞ്ഞ പോലെ റാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഹയോവ മിയാസാക്കി എന്ന് പറയുന്ന പുള്ളിക്കാരാണ്. കുറെ അനിമ ഫാൻസ്, ജാപ്പനീസ് അനിമ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് സുപരിചിതമായിരിക്കും. ഹയോവ മിയാസാക്കി എന്ന് പറയുന്ന പുള്ളിക്കാരാണ്. ജാപ്പനീസ് അനിമേറ്റർ ആണ്, ഫിലിം മേക്കർ ആണ്, മാങ്ക ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ
മാങ്ങയോ തേങ്ങയൊന്നും ചോദിക്കരുത്. എനിമെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹത്തിനാണ് എന്ത് ചെയ്തത്, ഏറ്റവും അവസാനത്തെ ഈ പറഞ്ഞ റാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ റാമൺ മാഗ്സസെ അവാർഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു. Who among the following was the first Indian musician conferred with the Raman Magsaysay Award and also the first Indian to have performed in the United Nations General Assembly in 1966? MS സുബ്ബലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ MS സുബ്ബലക്ഷ്മിയാണ് ഏറ്റവും ആദ്യം ഭാരതരത്ന ലഭിച്ചിട്ടുള്ള മ്യൂസിഷ്യൻ. MS സുബ്ബലക്ഷ്മിയാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മ്യൂസിഷ്യൻ. MS സുബ്ബലക്ഷ്മിയാണ് റാമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മ്യൂസിഷ്യൻ. MS സുബ്ബലക്ഷ്മിയാണ് ഈ പറഞ്ഞ 1966 UN ജനറൽ അസംബ്ലിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആര് തന്നെയാണ്? MS സുബ്ബലക്ഷ്മി തന്നെയാണ്. അപ്പൊ അതും കൂടെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് റാമൺ മാഗ്സസെ അവാർഡ് ഫോർ ദ കോൺട്രിബ്യൂഷൻ ടു കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്? ഏറ്റവും ആദ്യം ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ വിനോബ ഭാവെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇത്രയും അവാർഡ്സ് അല്ലെ, 11 അവാർഡുകൾ നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതർ മേജർ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അതർ മേജർ അവാർഡ്സ് ഞാൻ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, അത് നമുക്ക് അങ്ങനെ പറഞ്ഞ് തന്നാൽ നിങ്ങളുടെ നേരമാണ് പോകുന്നത്. നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ് അതർ മേജർ അവാർഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്, ഒരുപാട് അവാർഡ്സ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മെറ്റീരിയൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. ആ മെറ്റീരിയൽ നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെറ്റീരിയൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ സ്കോർ ഈസിയുടെ കറണ്ട് അഫയർ കമ്പൈലേഷൻ. ഇത്തരത്തിൽ പല ടോപ്പിക്സിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞ 10-16ഓളം വരുന്ന ടോപ്പിക്സിന് നമ്മൾ കമ്പൈലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അറിയാവുന്നതാണ് ഈ കാര്യം, അവർ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ കറണ്ട് അഫയർ കമ്പൈലേഷൻ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് അവാർഡിന്റെ കമ്പൈലേഷൻ ആണ്. ഒക്ടോബർ 2023 മുതൽ ഫെബ്രുവരി 2025 വരെ വന്നിട്ടുള്ള അവാർഡുകൾ ഈ കമ്പൈലേഷനകത്ത് അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഓരോ മന്തിൽ പുതിയ അവാർഡ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ PDF-നകത്ത്. അപ്പോൾ ഈ PDF നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്, നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ PDF നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. ഈ അവാർഡ്സിന്റെ ഒരു PDF ആണ് ഈ കാണുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് 2023 നോബൽ സമ്മാനമാണ്. അപ്പോൾ നോബൽ പ്രൈസിന്റെ സ്റ്റാറ്റിക് GK പാർട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. 6 ഫീൽഡിൽ കൊടുക്കുന്നു, 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, 6ാമത്തെ എക്കണോമിക് സയൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ റെസിപ്പിയന്റ് ഓരോ ഫീൽഡിൽ, ഇപ്പം മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിൽ റെസിപ്പിയന്റ് ആയിട്ടുള്ള ആളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ് അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, കെമിസ്ട്രി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, ലിറ്ററേച്ചർ ആൻഡ് കോൺട്രിബ്യൂഷൻ, പീസ്, എക്കണോമിക്സ്, അങ്ങനെ 23 നോബൽ സമ്മാനത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റാമൺ മാഗ്സസെ അവാർഡ്, രവി കണ്ണൻ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ അല്ലെ, അത് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റാമൺ മാഗ്സസെ അവാർഡിനെ പറ്റിയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട്. 23 ഇന്റർനാഷണൽ എമ്മി അവാർഡ്. അപ്പോൾ എമ്മി അവാർഡ്സ് ഞാൻ ഓസ്കാർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, എമ്മി അവാർഡ് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണെന്നുള്ളത്. ഗ്രാമി അവാർഡ് നമ്മുടെ മ്യൂസിഷ്യൻസിന് കൊടുക്കുന്നു, എമ്മി അവാർഡ് ടെലിവിഷന് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അത് പറഞ്ഞതാണ്. അപ്പൊ അത് കൊമേഡിയൻ ആയിട്ടുള്ള വീർദാസിന്റെ കോമഡി ഷോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. അദ്ദേഹം വളരെ രസകരമായിട്ട് കോമഡി പറയുന്ന ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനുള്ള ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അമേരിക്കയിൽ പോയിട്ട് സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത് 2023 എമ്മി പുരസ്കാരം. ഇനി സ്പിനോസ പ്രൈസ്, ബെസ്റ്റ് ടൂറിസം വില്ലേജ് ടൈറ്റിൽ, ഇങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് അവാർഡുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാനായിട്ട് പറ്റും അല്ലെ. ഈ അവാർഡ്സ് എല്ലാം തന്നെ സ്ഥിരമായിട്ട് കറണ്ട് അഫയർ ബേസ് ചെയ്തിട്ട് RRB ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിനകത്ത് എടുക്കാത്തതിന്റെ വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ വൺ ലൈനർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ 23 അവാർഡിന്റെ പേര്, ആർക്കാണ് അവാർഡ് കിട്ടിയത്, ആരാണ് അവാർഡ് കൊടുക്കുന്നത്, എന്തെങ്കിലും ഒരു വൺ ലൈനർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിനെപ്പറ്റി ഓർത്തിരിക്കാനായിട്ട്, അത്രയും കാര്യങ്ങളെ അവിടെ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ PDF നോക്കി അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചുമ്മാ നിങ്ങൾക്ക് വായിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. മറ്റത് അങ്ങനെയല്ല. മറ്റതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് വൺ ലൈനറേ ചോദിക്കുള്ളൂ. മറ്റു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മളത് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെറ്റീരിയലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതാണ് ഞാൻ 12ാമത്തെ ടോപ്പിക്കായിട്ട് അതർ ഇമ്പോർട്ടന്റ് അവാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, പകരം ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഓസ്കാർ നമ്മൾ പഠിച്ചാണ് ഓസ്കാർ അവാർഡൊക്കെ അല്ലെ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഈ മെറ്റീരിയൽ നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ മെറ്റീരിയൽ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ അതാണ് നമ്മുടെ ഈ പറഞ്ഞ അതർ ഇമ്പോർട്ടന്റ് അവാർഡ്സ് അല്ലെങ്കിൽ അതർ മേജർ അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത്
ഇത്രയും ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 70-ഓളം ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. 70 ചോദ്യങ്ങൾ കണ്ടു എന്നുള്ളതിനപ്പുറത്ത് 70-ൽ കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ, എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളതൊക്കെ കാണിച്ചു തന്നു. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഭാഗങ്ങൾ, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ സെഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ 90 മിനിറ്റ് കൊണ്ട് 70-75 ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ഒരു ചോദ്യം വെച്ചിട്ട് പഠിക്കാൻ പാകത്തിനാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. വരാനിരിക്കുന്ന എക്സാമിന് ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.